റിജോയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ഇതിലൊന്ന് ഇട്ടേക്കണേ. നമ്മുടെ ഗ്രൂപ്പില് എന്തെങ്കിലും പോസ്റ്റ് ആണെങ്കിൽ ഇട്ടേട്ടെ. അങ്ങനെ ഓക്കെ. ഷെയർ ചെയ്താൽ മതി. അപ്പം എല്ലാവർക്കും കയറി അത് കണക്റ്റും ചെയ്യാം. നമ്മള് കൂടുതൽ ഇതിൽ ലിങ്ക്ഡിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് കുറച്ചും കൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെ. മനസ്സിലായോ? അതിൽ ഹലോ പോസ്റ്റ് ഇടുന്നതും പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഹലോ അശ്വിന് ചെറിയൊരു വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കയറാന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അശ്വിന് കയറാൻ. പ്രവീൺ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ റിയാസ് ബ്രോയിനെ. അതുപോലെ തന്നെ പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈ ഇല്ല. പ്രവീൺ ബ്രോ എന്താ പ്രശ്നം അറിയാം, അത് മെസ്സേജിന് അന്ന് പറഞ്ഞോ. എന്താ വെച്ചാൽ അവര് വൈഫിനെന്തോ ഫാമിലി ഇഷ്യൂ എന്തോ ആണ്, ഹോസ്പിറ്റൽ ഇഷ്യൂ ആണെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആള് ഉണ്ടാവും. ഇന്നത്തെ ഇത് അറിയാലോ അല്ലെ, നമ്മുടെ വാട്സപ്പ് ഓട്ടോമേഷൻ, വാട്സപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് മെറ്റ അഡ്വർടൈസിംഗില് മെസ്സേജ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നേരെ വാട്സപ്പ് അടിയിൽ കാണുന്ന രീതിയിലല്ലേ, നമ്പർ നേരെ കാണുന്ന രീതി. മെസ്സേജ് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതില് ഇപ്പൊ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമുക്ക് അഡ്വർടൈസിങ് ചെയ്യാവുന്നത് പോലെ തന്നെ നമുക്ക് വാട്സപ്പിലും ഈ ഒരു മെറ്റ പ്ലാറ്റ്ഫോം വെച്ചിട്ട് അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റേത് പണ്ട് വാട്ടി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വെച്ചിട്ടായിരുന്നു നമ്മൾ ബൾക്ക് മെസ്സേജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഇതിലോട്ടായിട്ടുണ്ട്. ഈ വാട്ടി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി എന്തോ ആണ് അല്ലെ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലേ വാട്ടി? തേർഡ് പാർട്ടി ആണെന്ന് തോന്നുന്നത്, അത്ര കുറപ്പില്ല. അല്ലെങ്കിൽ മെറ്റെന്ന് കാണിക്കുമല്ലോ, മെറ്റ ഓൺ ചെയ്യുന്ന കാണിക്കുമല്ലോ. മറ്റു പ്ലാറ്റ്ഫോംസ് ഒക്കെ അങ്ങനെയാണല്ലോ. വാട്ടി ഒറിജിനൽ ആണോ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ ഓപ്ഷന് മെസ്സേജിങ് ഓപ്ഷന് ഗൂഗിളിൽ വന്നിട്ടുണ്ട്. ഗൂഗിളിൽ വന്ന മെസ്സേജിങ് ഓപ്ഷന്റെ ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ ഒരു ആഡ് കാണുകയാണ്, ഇപ്പൊ സെർച്ച് എഞ്ചിൻ നമ്മളിപ്പോ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫസ്റ്റത്തെ സെർപ്പിൽ കാണുകയാണെങ്കിൽ അതിന്റെ ഒപ്പം എന്ത് ചെയ്യും, അടിയിൽ കോണ്ടാക്ട് നൗ എന്നുള്ള ഓപ്ഷനിൽ അവിടെ തന്നെ കിടക്കുകയാണ്. ഹലോ, സെർച്ചിൽ ഇപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം സെർച്ചിൽ കാണിക്കും, അപ്പം കോണ്ടാക്ട് നൗ എന്നുള്ളത് വെബ്സൈറ്റും കാണിക്കും, അതിന്റെ നേരെ അടിയിൽ തന്നെ കോണ്ടാക്ട് നൗ കാണിക്കും. കോണ്ടാക്ട് നൗ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല, അത് മുന്നോട്ടുണ്ടല്ലോ. അത് ഇപ്പൊ അടുത്ത് വന്നതാണ്, മെസ്സേജിങ്ങിലാണ് അത് ഉൾപ്പെടുത്തുന്നത് കണ്ടിട്ട് ഞാനൊരു ഓപ്ഷൻ കണ്ടിരുന്നു. ഇപ്പൊ അടുത്ത് വന്നതാണ്, അത് ആൻഡ്രോയിഡിലാണ് ആദ്യം, അല്ല ആപ്പിൾ iOS-ലാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ അത് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഓപ്ഷൻ. ഇപ്പൊ ഇതിലുള്ള മെസ്സേജിങ് ഓപ്ഷൻ എനിക്ക് അപ്ഡേറ്റഡ് അല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അല്ല, കോണ്ടാക്ട് നൗ എന്ന് ഡയറക്റ്റ് കോൾ ചെയ്യുന്നില്ലേ, കോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? കോളല്ല, വാട്സപ്പിൽ നേരിട്ട് മെസ്സേജ്. വാട്സപ്പിൽ നേരിട്ട് മെസ്സേജ് ആയിട്ട്. ഓക്കെ. അങ്ങനെ. അത് ഞാൻ നോക്കിയിട്ടില്ല, അത് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. അത് ഞാനത് കണ്ടത് വീഡിയോ ഉണ്ടായിരുന്നു, നോക്കട്ടെ, ഞാൻ കിട്ടണമെങ്കിൽ അയച്ചുതരാം. ഞാൻ എന്താ ഉദ്ദേശം എന്നുള്ളത് എക്സാക്ട് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അവര് പറഞ്ഞത് അതിൽ മെസ്സേജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൽ, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിലേക്ക് അവർ പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെയാണ്, അത് ഏതിലാണ് ഓപ്ഷൻ എന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. അപ്പൊ അങ്ങനത്തെ അതായിരുന്നു ഞാൻ കണ്ടത്. ഓക്കെ, പിന്നെ ഈ വാട്ടി എന്നുള്ളത്, അതിനെ കുറിച്ച് പറയുമ്പോഴേ, വാട്ടി ട്രസ്റ്റഡ് ആണ്, പക്ഷേ എനിക്ക് വാട്സപ്പ് സൊല്യൂഷൻ ഇവര് മെയിൻ എന്താണ്, ഇത് ഓതറൈസ്ഡ് ആണോ എന്നുള്ളത് വെച്ചാല് ബൈ വാട്സപ്പ് ആണോ നോക്കാം. വാട്ടി മെറ്റ ഓൺ ചെയ്യുന്നതാണെന്ന് അറിഞ്ഞാൽ മതി. മെറ്റയാണോ അതിന്റെ ഫൗണ്ടേഴ്സ്? CEO വാട്ടി വാട്സപ്പ് ഫൗണ്ടർ വാട്ടി
അല്ലെങ്കിൽ വാട്ടി അതിൽ കാണിക്കേണ്ടതാണല്ലോ, മെറ്റയിൽ തന്നെ വാട്ടിയുടെ ഓപ്ഷൻ കാണിക്കണ്ടേ. അപ്പം വേറെ അതെനിക്ക് തോന്നുകയും ചെയ്തു. ഈ തേർഡ് അപ്പൊ പാർട്ടി എന്തായാലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ. ഈ ഒരു മെറ്റയില് ഇങ്ങനെയുള്ള ബൾക്ക് മെസ്സേജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ വാട്ടിക്ക് പണിയായിട്ടുണ്ട് എന്തായാലും. ചിലപ്പോ വാട്ടിയെ അക്വയർ ചെയ്യാവുന്നതായിരുന്നു അവർക്ക്, വാട്ടിയാണേലും ഇതെല്ലാം അക്വയർ ചെയ്തില്ല. പിന്നെ ഈ ബൾക്ക് മറ്റേത് നോക്കിയായിരുന്നോ? മറ്റേ ഡാറ്റ എടുക്കുന്ന ആ ഒരു ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്. അത് ഞാൻ വല്ലാതെ നോക്കിയിട്ടില്ല. നമുക്ക് നോക്കാം, കമ്മ്യൂണിറ്റി തന്നെ നോക്കാന്ന് വിചാരിച്ചു. അത് അവരും ഇതല്ലേ പ്ലാറ്റ്ഫോം അല്ലേ, data.org. data.org. ഓക്കെ, അത് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് തേർഡ് പാർട്ടി ആട്ടാ. വാട്ട് ഈസ് എ തേർഡ് പാർട്ടി ആപ്പ് ദാറ്റ് പ്രൊവൈഡ് വാട്സ്ആപ്പ് ബിസിനസ് API സൊല്യൂഷൻ. നമ്മൾ API അവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. BSP ആണ്, ദാറ്റ് ഓഫർ റേഞ്ച് ഓഫ് ഏരിയസ് ഓഫ് ഹെൽപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഹൗ ഇറ്റ്സ് വർക്ക്. ഹലോ, എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. അപ്പോ ഒരു ചെറിയൊരു വർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. ഹലോ, അതെന്ന് വെച്ചാൽ വാട്ടി മാത്രല്ലല്ലോ കേട്ടോ, കേരളക്കാരെ 2 ഓട്ടോ ചാറ്റ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ലിബ്രോമി എന്ന് പറഞ്ഞിട്ടും നമ്മള് അത് മനസ്സിലായില്ല, അതൊന്നും കൂടെ ഒന്ന് പറയുമോ? ഈ വാട്ടിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് കേരളത്തിൽ നിന്നുള്ള 2 ആൾക്കാരുണ്ട് ഓണേഴ്സ് വരുന്നേ. അവര് ദുബായ് ബേസ്ഡ് ആണ്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാല് വാട്ടിന്റെ രീതിയിൽ നമുക്ക് യൂട്യൂബിലൊക്കെ ഞാൻ വേണമെങ്കിൽ അവരെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ആദ്യം ഇങ്ങനത്തെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം കൺഫേം ആയ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. എനിക്ക് അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതാണ് ഒരു പ്രശ്നം. അതിന് റെഡിയാക്കാം. അപ്പൊ ആദ്യം നമുക്ക് പിന്നെ അവരോട് നമുക്ക് വാട്ടിങ് കാര്യങ്ങൾ എന്താ വെച്ചാൽ അവർക്ക് 2 രീതിയിലുള്ള സൊല്യൂഷൻസ് അവരിലേക്ക് തന്നെ ഉണ്ട്. API ആയിട്ട് നമുക്ക് വേറെ ആപ്പിൽ കൊടുക്കുന്നതും വേറെ വെബ്സൈറ്റിൽ കൊടുക്കുന്നതും, അതുപോലെ തന്നെ ഇപ്പൊ ഷോപ്പിഫൈ ആയിക്കോട്ടെ അങ്ങനത്തെ ഇതിലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും, പിന്നെ ടോട്ടലി നമ്മൾ ഐസൊലേറ്റ് ആയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മെയിൻലി ഇപ്പൊ ഈ വാട്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വെബ്സൈറ്റുകളിലൂടെ ഉള്ള ട്രാഫിക്കിന് അങ്ങനെ രീതിയിലാണോ, അതല്ലാതെ വാട്സപ്പ് പിന്നെ ബിസിനസ് വാട്സപ്പിൽ ഒരു ഓപ്ഷൻ ആയിട്ട് ബൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് റിക്വയർമെന്റ് വരണേ? ബിസിനസ് വാട്സപ്പിനകത്ത് ഓട്ടോമേറ്റ് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. അപ്പൊ അതിലിപ്പോ നമ്മള് എക്സാമ്പിൾ അതിന് തന്നെയാണ്. അപ്പൊ എക്സാമ്പിൾ എന്ന് വെച്ചാല് നമ്മള് പിന്നെ ഒരു കാർട്ട് ഉണ്ടാക്കുക, കാർട്ടല്ലാത്തതിന് വേറെന്തോ ഒരു പേര് പറയല്ലോ, എന്താണ് അതിന് പറയല്, കാറ്റലോഗ് എന്ന് പറയില്ലേ. നമ്മള് ബിസിനസ് വാട്സപ്പിലുള്ള കാറ്റലോഗുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ്സ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഇപ്പൊ ടാറ്റന്റെ ഒക്കെ സൂപ്പർ എന്താണ് നമ്മളെ ടാറ്റ സ്റ്റാർ ഒക്കെ ആണ്, അല്ലെങ്കിൽ ജിയോ, അവിടെ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇപ്പൊ മാസം പിന്നെ ഇതിന് വരും. ഇങ്ങനെ എക്സാമ്പിൾ ആയിട്ട് ഷോപ്പ് നോ എന്ന് പറഞ്ഞാണ്ട് നമ്മളെ വാട്സപ്പിക്ക് വരും, ഓഫറും ഒക്കെ ഇങ്ങനെ വരും. അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷനിക്ക് പോകാൻ പറ്റും. അവരെന്ത് ചെയ്യും, ഇതിപ്പോ മേടിക്കുന്ന മീൻസ് നമ്മളെ ഡീറ്റെയിൽസ് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പേ ചെയ്യുകയാണെങ്കിൽ ആ പേന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ എവിടെയാണ് ഡെലിവറി കൊടുക്കേണ്ടത്, അതൊക്കെ ഇങ്ങനെ ഓരോ ഫോം ആയിട്ട് ഇങ്ങനെ വരും. അതുപോലെ തന്നെ വാട്സപ്പ് ഫോം പറഞ്ഞാണ്ട് ചെയ്ത ഇതൊക്കെ ഈ വരെ ടീമിന്റെ അടുത്തുണ്ട്. ഇത്ര അടിപൊളി ടീമാണ്. അപ്പോ ഈ ഒരു അവരുടെ ഡീറ്റെയിൽസ് ഇപ്പം ഇത് കോമ്പറ്റീഷൻ പ്രൈസിങ്ങിലാണല്ലോ. വേറൊരു കാര്യം എന്ന് വെച്ചാല് സെക്യൂരിറ്റി ലെവല് ഓക്കെ, വേറൊരു ലെവല് എന്ന് വെച്ചാല് പ്രൈസിങ് ആണല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ച് ഇതിലിപ്പോ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്, ഇതില് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഇത് ആൾക്കാർ ഇപ്പോൾ വാട്സപ്പിലൂടെ മാർക്കറ്റ് ചെയ്യാൻ കാരണം വെച്ചാല് ഇത് വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇത് പോകാനേ. വെബ്സൈറ്റ് ആക്സസ് ചെയ്യണം. ഇതാവുമ്പോ എന്ത് ചെയ്യാ, നമുക്കുള്ള കസ്റ്റമർ ബേസിന് നമ്മൾ എന്ത് ചെയ്യാ, അങ്ങനെ ഇത് വിട്ടുകൊടുക്കാൻ പറ്റും.
എന്നിട്ട് ആ ഇങ്ങനെ ആ, എടുക്കുക. അപ്പൊ ബ- അതില് ബ- മെയിനായിട്ട് ബൾക്ക് വേറൊരു പോസ്റ്റ് ഉണ്ട്. ഹലോ, വാട്ടിയാണെന്നുണ്ടെങ്കിലും ആ വാട്സപ്പിന്റെ ഇതുണ്ട്, എന്ത് വാട്സപ്പ് API സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുക്കണം. ആ വാട്സപ്പ് API വേറെ സെപ്പറേറ്റ് തന്നെ പൈസ വേറെ മെസ്സേജിങ്ങിന് നമുക്ക് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. എത്രയോ പൈസ എത്രയോ ആകത്തുള്ളൂ. ഒരു മെസ്സേജിന് ഇത്ര പൈസ, 90 അതന്നെ, പൈസ അത് എന്തോ കുറച്ച് പിന്നെ. 1000 മെസ്സേജ് നമുക്ക് കൊടുക്കാം. 1000 മെസ്സേജ് അതിലുണ്ട് അതെ ഒരു ദിവസം. അതെ 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 അതിന് അതെ അത് ശേഷമാണ് നമുക്ക് ഇത് കഴിഞ്ഞാല് വരുള്ളൂ. അത് കഴിഞ്ഞാലാണ് ബില്ലിങ് വരുള്ളൂ. അതെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ അത് API എനേബിൾ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു വാട്സപ്പ് ബിസിനസ് ഈ API കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എനേബിളിംഗ് ഉണ്ട്. ഇത് എനേബിൾ ചെയ്തിട്ട് പിന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ അത് വാട്സപ്പ് തന്നെ ഓട്ടോമേഷൻ എല്ലായിടത്തും പിന്നെ എന്ത് ചെയ്യണില്ല, പ്രൊവൈഡ് ചെയ്യണില്ല. ഇന്ത്യയിലുണ്ട്, UK അതുപോലെ തന്നെ അങ്ങനെ സ്ഥലങ്ങളിലൊന്നും ഇല്ല. അതെ 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 അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവര് റെസ്ട്രിക്ട് ചെയ്തേക്കും. അത് റെസ്ട്രിക്ട് ചെയ്ത് ഇന്ത്യയിൽ, അതും വാട്സപ്പ് ഇന്ത്യയിലുണ്ട്. ബിസിനസ് പോലും ഇല്ല. വാട്സപ്പ് ബിസിനസ് ഇതിൽ പോലും ഇല്ല. എന്താ ബിസിനസ് മെച്ചം എന്ന് വെച്ചാല്, അക്കൗണ്ടിങ്. ഹലോ, ഈ വാട്സപ്പ് ബിസിനസിന്റെ മെച്ചം വരുന്നത് എന്താന്ന് വെച്ചാല്, നമുക്കിപ്പോ ഒരു വെബ്സൈറ്റിൽ നിന്ന് പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് ഒരു സാധനം കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് കുറയുന്നതും അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യണം, അതിന്റെ കാര്യങ്ങൾ അതൊക്കെ നമ്മളെ വെബ്സൈറ്റിൽ നടക്കണമായി തന്നെ നമ്മളെ ബാക്ക് എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് കൂടി നടന്നാലും നടക്കും. വെബ്സൈറ്റ് നെറ്റ് അതെ ഇന്റഗ്രേഷൻ ആണ് ആദ്യം ഇതിന് ഓട്ടോമേഷൻ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് അതിനെ ഓട്ടോമേഷൻ ആക്കാൻ പറ്റുന്ന പല രീതികൾ എന്ന് വെച്ചാൽ, നമ്മൾ ഈ വാട്സപ്പിൽ മെസ്സേജ് വന്ന് ഇപ്പോൾ ചാറ്റ് ഓട്ടോമേഷൻസ് ഉണ്ട്. ഇപ്പം വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ മെയിൻലി ചോദിക്കൽ എന്താണ്, പിന്നെ ഇതിനെന്താണ് വില, ഇത് എത്ര ദിവസം കിട്ടും, മീൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും കൊറീസ് ഉണ്ടെങ്കിൽ ചിലതൊക്കെ സിമ്പിൾ FMCG പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ എല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റ് ആണ്. അത് ഓട്ടോമേറ്റ് ചെയ്യാൻ അതിലാകെ ബൈ പ്രോസസ്, മീൻസ് അത് ചൂസ് ചെയ്യുന്ന കളറ്, മീൻസ് കളർ കോമ്പിനേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ഒരു ഫാഷൻ സാധനമാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ കളർ കോമ്പിനേഷന് അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രം അതെന്ത് റേഡിയോ ബട്ടൺ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതി എന്നുള്ള സാധനം പോവും. അപ്പൊ അതിലെന്ത് ചെയ്യണം, ഓട്ടോമേഷന് വരണം എന്താ വെച്ചാൽ ആ സാധനം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോക്കിൽ. അപ്പൊ നമ്മളെ സ്റ്റോക്ക് ഡാറ്റാബേസിൽ സ്റ്റോക്ക് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും ഇത് ഇവിടെ ഇല്ല. അപ്പൊ അതാണ് ഓട്ടോമേഷൻ അതിൽ വരുന്നത്. സിമ്പിൾ ആയിട്ട് എന്താ വെച്ചാൽ, അല്ല, വാട്ടിൽ ഈ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് വെച്ചാല്, നമ്മുടെ ബിസിനസ്സിലുള്ള പിന്നെ ഐറ്റംസ് ഒക്കെ നമുക്ക് അതില് ലിസ്റ്റ് ചെയ്യാനും അതിന്റെ ക്വാണ്ടിറ്റി ലിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസിൽ ചെയ്യാൻ പറ്റും. അതിനെന്താ വെച്ചാൽ വാട്ടി എന്ന് പറഞ്ഞത് നമ്മൾ ഈ API എന്നുള്ള സാധനമല്ല. ഈ API എന്നുള്ള സാധനം നമ്മൾ എന്തിലാണ് ഉപയോഗിക്കല്, മീൻസ് ഒരു സോഫ്റ്റ്വെയറിനായിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ അതും പറഞ്ഞു നിങ്ങൾക്ക് APIയിലൂടെ ഡാറ്റ കൊടുക്കും. ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് ഡാറ്റ വരുന്നത് APIയിലൂടെയാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഈ വെബ്സൈറ്റിൽ 2 സാധനമാണ് നമ്മളിപ്പോൾ ആക്സസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ google.com അടിക്കുമ്പോൾ ഇത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് പോകുന്നത്. 2 സാധനമാണ് ആകെ ഉള്ളത്. ഈ നെറ്റ് എന്ന് പറഞ്ഞ സാധനം ആകെ 2 സാധനം നമ്മൾ ചെയ്യുന്നുള്ളൂ, ഗെറ്റും പോസ്റ്റും. നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അടിക്കുമ്പോൾ ബ്രൗസറിൽ കിട്ടുന്ന സാധനമാണ് ഗെറ്റ്. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഒരു ഫോം സബ്മിറ്റ് ചെയ്യൂലേ, ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവറിന് അങ്ങോട്ട് കൊടുക്കണം നമ്മളെ ഡാറ്റ, അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ ഗെറ്റും. ഈ സാധനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഈ നമ്മളെ വാട്സപ്പ് എന്നുള്ള ഡാറ്റ അങ്ങോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വാട്സപ്പിനോട് ഇൻ്റഗ്രേഷൻ കൊടുക്കുകയാണ്. ഉള്ളിലൂടെ വാട്സപ്പിന് എന്ത് ചെയ്യാണ്, ഒരു വേറെ പ്രോഗ്രാമിങ്ങിലൂടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുകയാണ് ഈ APIs ചെയ്യുന്നത്. ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചാല് പിന്നെ എല്ലാത്തിനും ഇപ്പൊ ഗൂഗിൾ മാപ്പിന് API ഉണ്ട്. ഗൂഗിൾ മാപ്പ് API വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന അതേ സാധനം എന്റെ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു സെർച്ച് ബാർ ഉണ്ട്, സെർച്ച് ബാർ തന്നെ കഴിയില്ല, അവിടെ ഗൂഗിളിന്റെ സാധനം എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് അങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഒക്കെ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് API-ലാണ്. ഡെവലപ്പേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലാവും. ഗൂഗിളിനായിട്ട് അടുക്കുമ്പോഴാണ് ഗൂഗിൾ ഡെവലപ്പർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഗൂഗിൾ എന്തിനാണ് ഫ്രീ കൊടുക്കുന്നതെന്നും ഗൂഗിൾ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്നും അഡ്വർടൈസ്മെന്റേഴ്സിന് മനസ്സിലാവും. മീൻസ് ഇവർക്ക് രണ്ടുപേർക്കാണ് ഗൂഗിൾ എങ്ങനെയാണ് നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്നും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എങ്ങനെ വലിക്കുന്നതെന്നും ഒക്കെ നന്നായിട്ട് ബോധമുള്ള ആൾക്കാർ, AWS വലിക്കുന്നതും ഇതൊക്കെ അറിയുന്നത് സാധാരണ യൂസർ എന്താ വിചാരിക്കുക വെച്ചാൽ, ഇതിപ്പോ ഞാൻ ഗൂഗിൾ മാപ്പിനാലാണ് ഞാൻ പഠിച്ചത്. അവർ പല രീതിയിലുള്ള ഇതുണ്ട്. മീൻസ് ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു ഇതായിരുന്നു, ഫുഡ് ഡെലിവറി ആപ്പ് ആയിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾക്ക് റൂട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റു സ്വിഗ്ഗിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ വെച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സിമ്പിൾ ആയിട്ട് കൊടുക്കേക്കും, ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ അതിൽ നേരെ ലൊക്കേഷൻ വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു.
ഒരു പറഞ്ഞ് അതില് നമ്മളാണ് നോക്കിയപ്പോ പറഞ്ഞ ഇതൊക്കെ പെയ്ഡ് ഫീച്ചേഴ്സ് ആണ്. ഇത് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസ ഇത്ര മിനിറ്റിന് ഇത്ര പോകും, റിക്വസ്റ്റിനാണ് പൈസ പോവാ. ഹലോ, എന്ന് വെച്ചാല് ഈ API നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം അല്ലെ? അതിന് ഓരോ കോളിനാണ് പൈസ വരിക. റിക്വസ്റ്റ് പറഞ്ഞാൽ ഒരു വട്ടം വിളിച്ചു കഴിഞ്ഞാൽ അത് ഒരു കൊണ്ടായി. അത് പല രീതിയിലാണ് അതിന് ബാൻഡ് വിഡ്ത്ത് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പല പല രീതിയിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു മെസ്സേജ് എന്ന് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വെറുതെ സ്പേസ് ഇട്ടിട്ട് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാലും അതൊരു മെസ്സേജ് ആയി കണക്ക് കൂട്ടും. എന്താ വെച്ചാൽ ഓരോ കോളിനാണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഓരോ ക്ലിക്ക് അടിക്കൂലേ, ഓരോ ക്ലിക്കുകളും ഓരോ കോളുകളാണ് സെർവർക്ക് പോകുന്നത്. അതെ അതെ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഈ വാട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ വാട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പിന്നെ ഈ വാട്സപ്പിന്റെ API അല്ല അവര് വാങ്ങിച്ചേക്കുന്നത്, എന്നിട്ടല്ല അവര് ഇത്രയും ഒതന്റിസിറ്റിയിൽ ഇവര് വാട്ടി അല്ലെ? അങ്ങനല്ലേ അത്? അതായാലും അവര് മേടിക്കണം. ഹലോ, അതെന്ന് വെച്ചാല് പിന്നെന്താ വെച്ചാൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. വാട്ടിന്റെ രീതിയിൽ തന്നെ നമുക്ക് പ്രൈസിങ് എന്ത് ചെയ്യാം, ഇത് പ്ലസ് ആണ് വരിക. അപ്പൊ അതിന്റെ പ്രൈസിങ്ങിൽ അവർ പറഞ്ഞു വെച്ചാല് വാട്സപ്പ് API പ്ലസ് മറ്റേത് എന്നുള്ള രീതിയിലാണ് അവർ പ്രൈസിങ് വരുള്ളൂ. വാട്ടിന്റെ പ്രൈസിങ് നോക്കിയത്, വാട്ടിന്റെ പ്രൈസിങ് ഒന്ന് നോക്കിയത്. ഹലോ എങ്ങനെയാണെങ്കിൽ ലാപ്പ് ഉണ്ടോ? ലാപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് വാട്ടിന്റെ പ്രൈസിങ് ലിസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പോയാൽ ആദ്യം. അതിപ്പോ നമ്മള് ഇതെല്ലാം ചെയ്യല്ലേ. അല്ല, വാട്ടിയുടെ പ്രൈസിങ് ലിസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 2500 എന്തോ ആണ്, 3000 ആ ഒരു റേഞ്ച് ആണ്. കോൺവേർഷൻ റേറ്റ് 999 വൺ ടൈം ഫ്രീ, നോ റിക്കറിംഗ് സബ്സ്ക്രിപ്ഷൻ. മന്ത്ലി ആണോ എന്താണത്? വൺ ടൈം ഫ്രീ ആണ്, റിക്കറിംഗ് പിന്നെ റിക്കറിംഗ് ആണ്, നോ പിന്നെ റിക്കറിംഗ് ഇല്ല. പിന്നെ കണ്ട് പേ ആസ് യു ഗോ പ്ലാൻ ഫോർ ബിസിനസ് ഹു ഓൺലി വാണ്ട് ടു സെൻഡ് ബൾക്ക് ക്യാമ്പയിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എത്രയോ കഴിഞ്ഞതിന് ശേഷം പേ ആസ് യു ഗോ പ്ലാൻ ആണ്. അപ്പോൾ നമ്മൾ പൈസ അടച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് സിംഗിൾ ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ സിംഗിൾ യൂസർ പ്ലാൻ ഉണ്ട് 999 ആൻഡ് ഗെറ്റ് ബാക്ക് 900 മിനിറ്റ് ക്രെഡിറ്റ്, 500 മെസ്സേജ് വാലിഡിറ്റി ഫോർ 3 months. സിംഗിൾ യൂസർ പ്ലാൻ ഉണ്ട്. 999 രൂപയ്ക്ക് കിട്ടത്തൊന്നുമില്ല വാട്ടി. 999 രൂപയ്ക്ക് കിട്ടത്തില്ല വാട്ടി. അതിൽ ഞാൻ ഇതിലോട്ട് വരികയാണ്. ഇതിൽ പ്രോയിലാണ് ഉണ്ടാവില്ല, ഗ്രോത്ത് പ്രോ, പിന്നെ ബിസിനസ്. അപ്പൊ അതിൽ അടിയിൽ പ്ലാനുകൾ ഉണ്ട്. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാല്, ഇതിൽ ആദ്യം കാണുന്ന കാര്യം ഞാൻ ഇതിലോട്ട് വരുമ്പോ പ്ലാനുകൾ വിറ്റുണ്ട്. ഹലോ, മന്ത്ലി ഫീ സ്റ്റാർട്ട് ചെയ്യുന്ന 4067. ആദ്യം ഒരു വൺ ടൈം ഫീ ഇതിൽ കാണിക്കുന്നുണ്ട്. വൺ ടൈം ഫീ എനിക്ക് തോന്നുന്നില്ല വൺ ടൈം ഫീ ആയിട്ടുണ്ടെന്ന്. എന്നുവെച്ചാൽ മന്ത്ലി ഒരു ഫീ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഉണ്ട് ഇതില്, അതിലടിയിൽ പ്ലാൻ ഉണ്ട്. പക്ഷെ ഇത് സിംഗിൾ വാട്സപ്പ് യൂസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ഈ 996 എന്നുള്ളൊരു യൂസർ പെർ മന്ത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ അഡീഷണൽ യൂസർ ഫീ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് അത് കൊടുത്തേക്കുന്നത്. അത് ഈ മന്ത്ലി പ്ലാൻ ഉപയോഗിച്ചിട്ട് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫീ ആണ് ഈ പറയുന്ന 996. അതെനിക്ക് തോന്നുന്നു. പിന്നെ ഞാനതിന്റെ സ്ക്രീൻഷോട്ടുകൾ വിടുന്നുണ്ട്. ആയിക്കോട്ടെ ഞാനിതാ, ഇത് മന്ത്ലി ആനുവലി എന്നുള്ളതാണ്. മന്ത്ലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പ്രോയിൽ ഇത്രയാണ്, ഗ്രോത്തില് വൺ ടൈം ഫീ. ഇത് വാട്ടിയുടെ ഒറിജിനൽ, ഇത് വാട്ടിന്റെ ഒറിജിനൽ ആണ്. വാട്ടി .io. വാട്ടി വാട്ടി തന്നെയാണല്ലോ. വാട്ടിയുടെ സിമ്പല് എന്നാലും ഡബിൾ ടിക്ക് കണ്ട് വേറെ ടീമുണ്ട്. സിമ്പിൾ പക്ഷെ എനിക്ക് ഒരു വ്യത്യാസമുള്ള പോലെ. സിമ്പിൾ ഇതല്ലല്ലോ, സിമ്പിള് വാട്ടിയുടെ ആണോ? ആണല്ലോ. ആണല്ലേ. വാട്ടി എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ ടി ഉള്ളൂ, WTI അല്ലേ ഉള്ളൂ. ഇത് ഒറിജിനൽ വെബ്സൈറ്റ് ആണ്. ഇതിന് കുറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമുക്ക് വരുന്ന ഇതിൽ പ്രോ വരുമ്പോ ഉള്ള കാര്യങ്ങൾ ഇതാ, 5 യൂസേഴ്സ് പ്രോ ആണ്. എനിക്ക് വന്ന ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്. ഇത് ഞാൻ കോപ്പൈലറ്റിൽ നിന്ന് എടുത്തതാ.
കോപ്പൈലറ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇവിടെ സിങ്കിങ് ആവോ എന്നുള്ളത് ഇതിപ്പോ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഇതാണ് എടുക്കേണ്ടത്. അല്ല, കോപ്പൈലറ്റിന് പ്രശ്നം കൊണ്ട് പറഞ്ഞതല്ല, ഒരു സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നതല്ല. അപ്പൊ പണ്ടത്തെ ഡാറ്റ ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ. ഞാൻ ഈ കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ChatGPT ആവുമ്പം ഡാറ്റ വിഷയം ഉണ്ടല്ലോ. കോപ്പൈലറ്റ് ആകുമ്പോൾ കറണ്ട് ഡാറ്റാസ് ആണല്ലോ കോപ്പൈലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനല്ലേ? അല്ല, ഇപ്പൊ ChatGPT കറണ്ട് ഡാറ്റ ആക്കിയിട്ടുണ്ടല്ലോ. അല്ല, പക്ഷെ അത് പ്രീമിയം അല്ലേ? പ്രീമിയം അല്ല, പ്രീമിയം നമുക്ക് ഓൾറെഡി പ്രീമിയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണില്ലേ? പ്രീമിയം ഒരു ദിവസം 10 മെസ്സേജോളം നമുക്ക്, എത്ര മെസ്സേജോളം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പ്രീമിയം 4 കിട്ടും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനാ. നിങ്ങളുടെ ഏതാ ചേഞ്ച് ബേസ് ആണോന്ന് അറിയില്ല, അത് മാറ്റി വെക്കണം. അത് ഓപ്ഷൻ ഉണ്ട്. ChatGPT 4o അതിലാണോ? അത് 4o ഇട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, 10 നമുക്ക് ഇത് അടിക്കാം അല്ലേ? 10 നല്ല കൂടുതൽ. ഇമേജ് 3 ആഡ് ചെയ്യണം. ബാക്കി അത്യാവശ്യം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം 10 കൂടുതൽ അതിലൊക്കെ അടിക്കാൻ പറ്റും. അതിൽ കൂടുതലുണ്ട് പ്രോ ആയിട്ടുള്ളത്. ദിവസം പെർ മന്ത്. എനിക്ക് ചാറ്റ് ഫ്ലോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പിന്നെ പ്രോയിലായിരിക്കും. ചാറ്റ് ഫ്ലോ എന്ന് പറയുന്ന ഈ പ്രോ വാട്ടി പ്രോയിലായിരിക്കും. ഇതിലാണ് നമുക്ക് ഇതിൽ വേറൊരു കാര്യം പറഞ്ഞുതരാം. എന്നാ ഇതില് നിങ്ങൾക്ക് കാണുന്നത് ഇതില് ഫൈവ് യൂസേഴ്സ് ഇൻക്ലൂഡ് കണ്ടോ? അഡീഷണലി ഒരു യൂസറും കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ അഡീഷണൽ ഫസ്റ്റ് ഒന്നുകൂടി പറഞ്ഞതാണ്. ഓക്കെ, പക്ഷെ അതില് അഡീഷണൽ എനിക്ക് മനസ്സിലായി. ഞാൻ അതില് എന്താ ചാറ്റ് ബോട്ട് ഞാൻ ഈ വാട്ടി എടുത്തു കൊടുത്തിട്ടുണ്ട്. വാട്ടിയുടെ സംഭവം നമ്മളങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. അതാണ് വേറൊരു പറ്റിയത്. ഏകദേശം ചാറ്റ് ഫ്ലോ ആണെങ്കിലും നമുക്ക് ചാറ്റ് ഫ്ലോ ഇതിലിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാ നമ്മുടെ ChatGPT ഇട്ടിട്ട് ചാറ്റ് ഫ്ലോ എന്ന് അടിച്ചു കൊടുത്താൽ ചാറ്റ് ഫ്ലോ എടുത്ത് തരും. അങ്ങനെ എന്നുവെച്ചാൽ ചാറ്റ് ഫ്ലോ സെറ്റ് ചെയ്യുന്നതാണ് കുറച്ചൊരു പ്രോബ്ലം ഇരിക്കുന്നത്. അത് കുത്തിയിരുന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് ചാറ്റ് ഫ്ലോ അതിനൊരു പിന്നെ ഒരു കീവേഡ് ഉണ്ട്. അടിച്ചു കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് അത് ചാറ്റ് ഫ്ലോ ആണെങ്കിലും സെറ്റ് ചെയ്ത് തരും. അപ്പൊ അതിനനുസരിച്ച് ചാറ്റ് ഫ്ലോ എന്ന് പറയുന്നത് മനസ്സിലായോ? ഇപ്പം നമ്മള് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് യെസ് ഓർ നോ ഇങ്ങനെ വന്നാൽ ഇന്നത് വരണം എന്നുള്ള കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റുന്നതല്ലേ ഫ്ലോ? അതെ. യെസ് ഓർ നോ. പിന്നെ അതുപോലെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണേലും എല്ലാം നമ്മള് സെയിൽസ് വരെയുള്ള പരിപാടികൾ എല്ലാം നമുക്ക് ചാറ്റ് ഫ്ലോയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള അവരുടെ പ്രൈസിങ് കൂടെ ഒന്ന് ഇട്ടേക്ക്. കോമ്പറ്റീറ്റേഴ്സ് അത് വെച്ചിട്ട് നമുക്ക്. ഹലോ, ഹലോ റിജോ. ഹലോ റിജോ ഇവിടെ ഇല്ലേ? ഓക്കെ. ഞാൻ റിജോനെ വിളിച്ചപ്പോഴേ റിജോ നെറ്റ് കറക്റ്റായിട്ട് കേൾക്കുന്നില്ലെന്ന് അവരുടെ അവിടെ. റിജോന്റെ നെറ്റ് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ് പുള്ളി ഇങ്ങനെയാണ് ഇതിന്റെ. ഓക്കെ. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചില്ലേ, ഇതില് ബ്രോ വാട്ടി എടുത്തു കൊടുത്തതിന് ശേഷം വാട്ടിയിൽ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്തത്? വാട്ടിയിൽ എങ്ങനെയാണ് ബ്രോ ചെയ്തിട്ടുള്ള എന്തെങ്കിലും?
വാട്ടിയിൽ നമുക്ക് ബൾക്ക് മെസ്സേജിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മളതില് ഇപ്പൊ നമ്മുടെ ഇതിൽ തന്നെ ഇപ്പൊ മെറ്റയിലൊക്കെ അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ഇപ്പൊ പോസ്റ്റർ ഇട്ട് സംഭവങ്ങൾ അഡ്വർടൈസ് പ്രിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു ഇത് കാണിക്കുക. അതായത് ലേണിംഗ് പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും ഉണ്ട്, വാട്ടിക്കും ഉണ്ട് ലേണിംഗ് പീരീഡ്. പക്ഷേങ്കിൽ ഒട്ടുമിക്ക ബൾക്ക് മെസ്സേജിങ് ഇത് ആപ്ലിക്കേഷനിലും ഇങ്ങനെയുള്ള ലേണിംഗ് പീരീഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പോകും. മനസ്സിലായോ? 10,000 പേർക്ക് പോകും. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലേണിംഗ് പീരീഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ബ്ലോക്ക് ആയി പോകും. വാട്ടിയൊക്കെ ചെയ്യുന്നത് അതില് ഓതറൈസേഷൻ കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതാണ് വാട്ടിന്റെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത്. കാര്യം എന്താ വെച്ചാല് അറ്റ് എ ടൈമിൽ കുറെ ആൾക്കാർക്ക് കഴിഞ്ഞാൽ അത് സ്പാം ആയിട്ട് ഡിറ്റക്ട് ആയി കഴിഞ്ഞാല് അത് വാട്സപ്പിന് ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ട് വെച്ചാൽ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റില് നമ്മള് പിന്നെ അതുപോലെ തന്നെ 2 കൂട്ടരുടെ നമ്പർ സേവ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് ബ്രോഡ്കാസ്റ്റിൽ വരൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ബ്രോഡ്കാസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്നും മെസ്സേജ് വാട്സപ്പിൽ മൊത്തം ഇതായിരിക്കും. എന്താ വെച്ചാൽ നമുക്കിപ്പോ ബാക്കിയുള്ള നമ്പറുകളൊക്കെ നമ്മൾ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ മാക്സ് എന്നൊക്കെ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ നമ്മളെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അവർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവര് ഒറ്റൊരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കൂടി വിടുകയാണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് എത്ര പേർക്ക് അയക്കാൻ പറ്റും? 250 ആൾക്കാര്, 256 അങ്ങനെയാണ് എന്റെ ലിസ്റ്റ്. 256. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡെയിലി 256 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അതാണ് അവര് അത് ബ്ലോക്ക് ചെയ്തേക്കുന്നതിന്റെ പ്രശ്നം. ആദ്യമൊക്കെ അയക്കായിരുന്നു. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് അവര് എന്ത് ചെയ്യണം, നമ്മൾ 256 ആൾക്കാർക്ക് കൊടുത്തെങ്കിലും അത് കാണണം എന്നുണ്ടെങ്കിൽ പിന്നെ 2 കൂട്ടർ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യില്ല, അത് വിസിബിൾ ആവില്ല. മനസ്സിലായി? നമ്മളിപ്പോ നിങ്ങളൊരു വെറുതെ നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ അയച്ചു കഴിഞ്ഞാലും അവർ ഡബിൾ ടിക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറെ നമ്പർ കൊടുത്തിട്ട് ഇതാക്കാം, പക്ഷെ അത് എത്തൂല. അത് അവർ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ നമ്പർ ഇതിലില്ല എന്നുണ്ടെങ്കിൽ അത് എത്തൂല. ആദ്യം പക്ഷെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ആദ്യം നമുക്ക് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 256 പേർക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകുമായിരുന്നു ആദ്യം. പക്ഷെ അത് മനസ്സിലാക്കിയവര് അത് ഇവര് ഈ ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയ ടൈമിൽ തന്നെ ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇവരെന്ത് ചെയ്ത് ഈ ഒരു പ്രശ്നം ചെക്കിങ്. ഇപ്പൊ സ്റ്റാറ്റസ് ഇപ്പൊ എങ്ങനെ കാണുന്നത്, 2 കൂട്ടരും കൂടി സേവ് ചെയ്താൽ മാത്രമേ സ്റ്റാറ്റസ് കാണുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ആവണം, എല്ലാവരും സ്റ്റാറ്റസ് കാണുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മള് ഒരാളതിൽ മാത്രം സേവ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കാണൂല. അപ്പൊ ആ ഒരു അതേ ഫീച്ചർ ഇതിലും അവര് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കുറെ സ്പാം മെസ്സേജസ് കുറയുന്നു. നമ്മളെ നമ്പർ കുറെ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ഈ വാട്ടിമാരിയുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ സ്പാമുകളായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിന്റെ എന്ത് ചെയ്യാണ്, പിന്നെ അതിന്റെ ഓതന്റിസിറ്റി കുറയും. അതൊരു പ്രൈവറ്റ് ആയിട്ടും അതിന് ഓതന്റിസിറ്റി ഉള്ള സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് മെസ്സേജുകളും അതിനിപ്പോ വാട്ടി അയച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം. അത് പഠിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ കൂടുതലും ഇപ്പോ ഇൻട്രസ്റ്റഡ് അല്ല, അവര് സ്പാം അടിക്കുക അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം വരും. അപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് കൂടുതൽ മെസ്സേജ് അയച്ചിട്ട് അവർ എടുക്കണില്ല, അവരത് ബ്ലോക്ക് ആക്കാനുള്ള അങ്ങനത്തെ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാതിരിക്കുക. അവർക്ക് അല്ലെങ്കിൽ ഒരു ഇന്റർവെല്ലുകൾ വെക്കുക. എക്സാമ്പിൾ എന്താ വെച്ചാൽ ഇപ്പൊ ഒരു മാസത്തിൽ ഒന്ന് അവർക്ക് പോണ രീതിയിൽ, എന്നാലും പ്രശ്നമില്ല. ഇത് ആൾക്കാർ കിട്ടുമ്പോൾ ദിവസം പോകുന്ന രീതിയിലായി കഴിഞ്ഞാല് ആൾക്കാർക്ക് അത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊക്കെ പണ്ട് പിന്നെ ഇവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്തെന്ന് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് തലവേദന. നമ്മൾ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഇവര് വിളിക്കും. ഈ നമ്പറിൽ വിളിക്കല്ലേ ചെയ്യല്, ഈ 50 നമ്പർ എന്നൊക്കെ. കാരണം ഓരോ നമ്പർ വിളിക്കുന്നുണ്ട്. ഒരു സ്നേഹിതന് ലാസ്റ്റ് സൈകെട്ട് ലാസ്റ്റ് ഒന്ന് എടുത്ത് എന്നിട്ടും വിളി ലക്ഷ്യം പിടിക്കാല് ഈ ഒരു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ നമ്പറിന്ന് വിളിക്കും. പിന്നെ എടുത്താലും പ്രശ്നമാണ്. എടുത്താലും ഇനി പിന്നെ അടുത്തത് വേറെ നിങ്ങൾക്ക് ലോൺ ഉണ്ട് പറഞ്ഞിട്ടാണ് അടുത്തത്. ലാസ്റ്റ് ജോലി നിർത്തിപ്പോയി.
അങ്ങനല്ല, ഇവന് ഫുള്ള് ഒഴിവാക്കി മാറ്റി അവൻ പറഞ്ഞു ഇതിനെ കൊണ്ട് വയ്യ പറഞ്ഞിട്ട് അല്ല അവന് പക്ഷേങ്കിലേ ബാങ്ക് തന്നെ ക്ലോസ് ചെയ്ത്, ബാങ്കും ക്ലോസ് ചെയ്ത് ആ നാട്ടിലത്തെ അതൊക്കെ ഒഴിവാക്കി അവിടുന്ന് ക്ലിയർ ചെയ്ത്. ബാങ്ക് അത് എനിക്ക് ആണല്ലേ. ഇതേമാതിരി പറയുന്നത് ഞാൻ എന്താ വെച്ചാലും പിന്നെ ഓൾറെഡി പിന്നെ എന്റെ വലിയ അവന്റെ അല്ല HDFC ICICI ആയിരുന്നു. ഞാൻ HDFC ഇടക്കൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ആ ഞാൻ അതായിരുന്നു കാരണം പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് എന്ത് സ്പാമൊക്കെ എല്ലാ വിളിയിലും സ്പാമൊക്കെ ഇടും. പിന്നെ പാമിടും. അറിയാത്ത നമ്പർ കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കൂല എന്നുള്ള രീതിയിലാക്കിയാണ്ട് വെച്ചു. അതുകൊണ്ട് പിന്നെ നമ്മള് അല്ല ഇതാക്കി. ഈ ഇതിന് പറയുന്ന കോൾ അഡ്വർടൈസിങ് എന്നാണ് ഇതിന് പറയുന്നത്, കോൾ അഡ്വർടൈസിങ്. അപ്പം ഈ കോൾ അഡ്വർടൈസിങ് ഇവര് സർക്കാർ, കേന്ദ്ര സർക്കാർ ഇതിന് ആരോ ഇതിനെ കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തു. ഉം. ഇങ്ങനെയുള്ള കോൾസ് വരുന്നുണ്ട്, അത് ഡിസ്റ്റർബിങ് ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പം കോൾസ് എടുക്കുക എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടന്റ് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആൾക്കാർ ഇപ്പൊ കോൾ എടുക്കുക. ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പൊ വാട്സപ്പാണ് യൂസ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, അവരുടെ കൺവീനിയൻസ് ആയിട്ടുള്ള ടൈമിന് അവരെടുത്ത് അത് ചെക്ക് വാട്സപ്പ് ചെയ്യും. മെസ്സേജ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സഹിക്കാം, ഒരു വേണമെങ്കിൽ എടുത്താൽ മതി എന്നൊക്കെ. അല്ല ഇതൊരു കോള് വരുമ്പോ അതാണ് ഈ പ്രശ്നം. അതാണ്. അപ്പൊ ഈ ഗവൺമെന്റ് ഇതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കമ്പനീസ് മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഓതറൈസ്ഡ് അല്ലാത്ത കോൾ അഡ്വർടൈസിങ് ചെയ്യുന്ന കമ്പനീസിനെ എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഈ സെപ്റ്റംബറിൽ അവര് ഒരു ഇത് ഇറക്കിയിട്ടുണ്ടായി. ഓക്കെ. ഇതെന്താ വെച്ചാല് ഓരോ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഏജൻസികളാണ് വിളിക്കുന്നത്. മീൻസ് അവര് റിമോട്ടായിട്ട് ഇവര് വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ഇപ്പോ അതെ അതെ HDFC അവര് എംപ്ലോയി ആയി എടുത്ത് വിളിക്കുന്നതിന് പകരം അവര് ഏജൻസികൾക്ക് കൊടുത്തിട്ട് ഈ ഡാറ്റാബേസിൽ നിന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് അവർക്ക് ഓരോ അതെ ടാർഗറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാധനം കൊണ്ട് കുടുങ്ങുകയാണ് ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആണ്. ഇത് വലിയ ഇഷ്യൂ ആവുന്ന എനിക്ക് അന്നും തോന്നിയതാണ്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആണ്. അതെ നമ്മളത് അതിപ്പോ അതെ, വലിയ ഇഷ്യൂ ആണ് അത്. നമ്മളത് ഓരോരുത്തരുടെ ടൈം അത്രയും പ്രീഷ്യസ് ആണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല. പിന്നെ ആൾക്കാർ അപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് സെൽഫോൺസ് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കോൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഡിസ്റ്റർബിങ് ആണ് ആൾക്കാർക്ക്. ഇപ്പം പല ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഈ ഒരു ലോകത്തുണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് മെത്തേഡാണ് ഈ കോൾ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അത് അപ്പൊ ഞാൻ അത് എന്തുകൊണ്ടാണ് ഹലോ റിയാസ് ബ്രോ, ആ ഞാൻ ആ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബൾക്ക് മെസ്സേജിങ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളെ എന്ത് നെഗറ്റീവ് ആയിട്ട് എഫക്ട് ഉണ്ടാവും എന്ന് പറയാൻ കാര്യമാണ്. നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പറയാണ്. എന്താ വെച്ചാല് ഒരാൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു കസ്റ്റമറിന് തോന്നിക്കഴിഞ്ഞാൽ അയാളിന് വെറുപ്പാണ് കൂട്ടുന്നത്. നിങ്ങൾ മെസ്സേജിലൂടെ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടാക്കി അതെ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അതെ അതെ മനസ്സിലാവണില്ല. എപ്പോഴും കസ്റ്റമറിന് പ്രയോറിറ്റി കൊടുക്കണം, കസ്റ്റമറിന് പ്രൈവസി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ബൾക്ക് മെസ്സേജ് ചെയ്തിട്ട് അവർ ഇതിന് എന്നും ഓരോ മെസ്സേജ് നിങ്ങൾക്ക് അയക്കുകയാണ്. അത് എടുക്കണേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രാൻഡിന്റെ അറിയുന്നില്ല, കസ്റ്റമർ എന്ത് ചെയ്യാൻ തോന്നുന്നത് എടുത്തു കുഞ്ഞിനായി നമ്പറും കൊടുക്കും, അങ്ങനെ മീൻസ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടൈമിൽ ഇന്റർവെൽ വെച്ചിട്ട് മാസത്തിൽ അല്ലെങ്കിൽ ആണെങ്കിൽ മാത്രം ഒരു വട്ടം അയക്കുക. പിന്നെ അതുപോലത്തെ ഇതിന് ഫിൽറ്ററിങ് ചെയ്തിട്ട് മാത്രം അയച്ചാൽ മതി. മാത്രം വെറുതെ മാർക്കറ്റിന് എന്ത് ചെയ്യണം, വെറുതെ അയച്ചു. നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്നാണ് ടാർഗറ്റിങ്ങിന് ചെയ്തിട്ട് വേണം. എന്നാൽ നമ്മളെ ടൈം എഫേർട്ടും നമുക്ക് ഉപകാരമാവും. ഇവര് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ മെയിൻലി ഇപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയച്ചതുകൊണ്ട് കാര്യം ഇല്ല. അയാൾ അതിന്റെ ആ ഒരു സാധനം, ഫോർ എക്സാമ്പിൾ അയാൾ ഒരു കാർ എടുക്കാൻ വേണ്ടി നിന്നിരുന്നു. ആ കാർ എടുത്ത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ മെസ്സേജ് അയക്കുന്നത് പൊട്ടത്തരാണ്, കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാണോ, അപ്പൊ അയാൾ കാർ എടുത്തിക്കണോ ഇല്ലേ എന്നുള്ളത് അറിയണം. മീൻസ് അതൊക്കെ ഇപ്പൊ അറിയാൻ പറ്റും. അതിനാണ് വേറെ രീതികളുണ്ട്. എക്സാമ്പിൾ ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിപ്പോ നടക്കുന്ന ഇപ്പൊ വലിയ മാളുകളില്ലേ, വലിയ മാളുകളില് പിന്നെ ക്യാമറകൾ ഉണ്ടല്ലോ. ആ ക്യാമറകൾക്കൊക്കെ ഇന്റലിജൻസ് ഉണ്ട്. അപ്പോ ആ ക്യാമറകളിൽ റിയൽ ടൈം അഡ്വർടൈസിംഗ് എന്ന് പറയും. അത് അങ്ങനെയാണ് ആർക്ക് ഈ ഡാറ്റ കിട്ടുന്നത്. ഇപ്പോ ഈ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ ടീമില്ലേ, അവർക്ക് ഡാറ്റ കിട്ടുന്നത് ഫസ്റ്റ് കോപ്പി ഡാറ്റയാണ്. ഈ ഫസ്റ്റ് കോപ്പി ഡാറ്റ എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഫസ്റ്റ് കോപ്പി ഡാറ്റ കിട്ടുന്നത് വെച്ചാൽ ഈ അവര് ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് സിങ്ക് ആവും. അതിനാണ് ക്ലൗഡ് വേറെ എന്തോ ഒരു ഇതുണ്ട്, അതിലോട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അപ്പൊ അതിലോട്ട് നിൽക്കാം. അപ്പൊ അവര് നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്
എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് ചെയ്യുന്നത് തന്നെ ഇതാണ്. എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു നെസ്ലേൻ്റെ ഒരു ഇതിലാണ് റാക്കിൻ്റെ സൈഡിലാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വെച്ചു. അപ്പോൾ അത് ഡിക്റ്റേറ്റ് ആയി, അയാളത് എടുത്ത് വെച്ചു. അയാൾ എത്ര നേരം ആ പ്രൊഡക്റ്റിൻ്റെ അവിടെ ചിലവാക്കുന്നുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് കോപ്പി ഡാറ്റ ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ സാധനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര എടുത്തു എന്നുള്ളതൊക്കെ എന്ത് ഈ ക്യാമറയിൽ നിന്ന് ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഈ സാധനം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് കോപ്പി ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനത്തെ വെച്ചാൽ ഒരു വലിയ ചെയിനുകളില്ലേ, വലിയ വലിയ ചെയിനുകളിൽ ഇത് നടക്കുന്നുണ്ട്. ഇതിന്റെ കുറെ പേരുകളും ഇത് ചെയ്യുന്നതിന്റെ ഈ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റിങ്ങിനുള്ള ആദ്യം അതിന്റെ ഇത് കിട്ടുന്നതിന്റെ കാര്യങ്ങളാണ്. അതിലെ ഫുൾ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ ബാക്ക് എൻഡിൽ കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിന് പറ്റിയ ERP ഉണ്ട്. നമ്മളവിടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് ഇതിനായിട്ട് ഇന്റഗ്രേഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സാധനം ഇപ്പോൾ എങ്ങനെയാണ് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിൽ കാണിച്ച ആ സാധനം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവരെ ബില്ലിൽ വരുന്നുണ്ടോ നോക്കും. അപ്പൊ ഇത്രയും സാധനം അവരെ ഈ കൊട്ടയിലിട്ടതിന്റെ എമൗണ്ടും ഇതിൽ പോയ എമൗണ്ടും സ്റ്റോക്കിൽ വന്ന മാറ്റം കൂടി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് പർച്ചേസ് ചെയ്തിക്കണോ ഇല്ല എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാണ്. ഹലോ, പിന്നെ അതുപോലെ തന്നെ ഓരോ അപ്പൊ AI വെച്ചിട്ട് നമുക്ക് കുറെ ഈ ക്യാമറകൾ വെച്ചിട്ട് ഈ കാര്യങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്. ഇതുള്ള കാര്യം തന്നെയാണ് ഇതിനെ കുറിച്ചിട്ട്. ഞാൻ വേറൊരു കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ളു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേ ഉള്ളു ഇത്രയും എന്ന് വെച്ചാൽ ഡാറ്റാസ് ഇത്രയും ലാവിഷായിട്ട് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്നൊക്കെ പറയുമ്പോ അവര് ഡാറ്റാസ് ഇത്രയൊന്നും പോകുന്നില്ല. പുറത്തൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസിംഗ് ആണ് അവർ ഉപയോഗിക്കുന്നത് കൂടുതൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള റോള് വഹിക്കുന്ന ഇങ്ങനെയുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന റിയൽ ടൈം അഡ്വർടൈസിംഗ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ്. AI വെച്ചിട്ടുള്ള ക്യാമറ, AI വെച്ചിട്ടുള്ള പല ഏരിയാസ് ഉണ്ട്. ഇപ്പം കാറിന് വരെ ഇപ്പൊ AI ഉണ്ട്. കാറിനുണ്ട്. ഇപ്പൊ നമ്മള് എന്ത് യൂസ് ചെയ്താലും ഇപ്പൊ ഇപ്പൊ ശരിവെച്ച ആ വണ്ടിന്റെ സാധനത്തിനും പിന്നെ അതുപോലെ തന്നെ അന്ന് പണ്ട് കാലം നമ്മളെ ഏതായിരുന്നു വണ്ടി വോൾസ് വാഗന്റെ ഒരു ആക്സിഡന്റ് തിരുവനന്തപുരത്ത് നടന്നപ്പോ അന്ന് അവര് വോൾസ് വാഗൻ കമ്പനി പോയിട്ട് ആ കാറിന്റെ വേഗത ശരിക്കും പോലെ കിട്ടി. അത് അവര് ലോഗില് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനം ഇറക്കി കഴിഞ്ഞാല് ആ വാഹനത്തിന്റെ സാധനം വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ചിപ്പിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങൾ അവിടെ റെക്കോർഡിങ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ എന്തിനാ വെച്ചാല് ഡാറ്റകൾ എല്ലാവരും ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഡാറ്റ കിട്ടുന്നുണ്ട്. അത് ഒരുവിധം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഓരോ ചിപ്പുകളും കാര്യങ്ങളും ആയിട്ടുണ്ടെങ്കിൽ സിഗ്നൽസ് പാസ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയുകയാണല്ലേ, ഇപ്പം നമ്മൾ ഈ ബോട്ട് അങ്ങനെ കുറെ കമ്പനീസ് ഉണ്ടല്ലോ. ആ കമ്പനീസ് എല്ലാം വാച്ചുകൾ ഇറക്കുന്നുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്കാണ് ഇപ്പൊ വാച്ചുകൾ കൊടുക്കുന്നത്. മനസ്സിലായോ? മറ്റേ ആപ്പിളും മറ്റു കമ്പനീസ് ഒക്കെ 10-30,000 രൂപയ്ക്കൊക്കെ വാച്ച് ഇറക്കുമ്പോൾ ഇവര് 1,500-1000 രൂപയ്ക്കൊക്കെ സാധനം ഇറക്കി കൊടുക്കുന്നത്. ഇതിന്റെ വേറൊരു ഇന്ത്യൻ കമ്പനി മനസ്സിലായി. പല വാച്ച് കമ്പനീസും വളരെ നിസ്സാരമായിട്ടുള്ള എമൗണ്ടിനാണ് ഈ വാച്ചുകൾ ആൾക്കാർക്ക് കൊടുക്കുന്നത് ബൾക്കായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ഡാറ്റ ബ്ലീച്ചിങ് അവിടെ ഉണ്ടാകുന്നെന്ന് വെച്ചാല് പിന്നെ ഇതില് നമുക്ക് ഹെൽത്തിന്റെ ഏരിയാസ് വരുമ്പോ നമ്മൾ റിയൽ ടൈം ട്രാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാച്ച്. അതുപോലെ തന്നെ മൈക്കും ഉണ്ട്. മൈക്ക് ഇമ്പിൾട്ടഡ് ആണ്, കോളും ഇമ്പിൾട്ടഡ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതൊരു ബ്രാൻഡില് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഏതൊരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടായി. അപ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്, ഈ വാച്ച് കമ്പനീസിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് നമ്മുടെ ഹെൽത്ത് റിപ്പോർട്ട് അവർക്ക് കിട്ടും. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട്, അതാണ് ഇനി വരാൻ പോകുന്നൊരു അടുത്തൊരു ഫ്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ആപ്പിളിന്റെ കാര്യം പറയുവാണേലും ആ ഒരു ഓഡിയൻസിന്റെ ഹെൽത്ത് ആണ്. നമ്മളെല്ലാരും ജീവിക്കുന്നത് എന്തിനാ? ഹെൽത്തിനെ നന്നാക്കുക, ഹെൽത്തിന്റെ കാര്യങ്ങൾ നോക്കുക, മെന്റലി ആണേലും ഫിസിക്കലി ആണേലും. അപ്പൊ അത് കൂടുതൽ മോണിറ്റർ ചെയ്യുമ്പം അങ്ങനെയുള്ള കമ്പനീസ് ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പോ മനസ്സിലായോ? റിയാസ് ബ്രോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇപ്പൊ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഫിനാൻസ് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അതാരാ ട്രാക്ക് ചെയ്യണത്?
ഫിനാൻസ് കാര്യങ്ങൾ ട്രാക്ക് ഇപ്പം ബാങ്ക് ഏതെങ്കിലുമൊക്കെ ബാങ്ക് ആയിരിക്കുമല്ലോ നമ്മളിപ്പം ഓൺലൈൻ വഴിയാണല്ലോ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. അല്ലല്ല, ബാങ്കൊന്നുമല്ല. നിങ്ങള് ഗൂഗിൾ പേ ആ ഉപയോഗിക്കുന്നുണ്ടോ? ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ അത് പേയില് നമ്മള് ഗൂഗിളിന്റെ ആണല്ലേ. അതെ. ഗൂഗിൾ പേയില് ഞാൻ ലോഗിൻ ആ, ചെയ്താൽ എന്റെ ഹിസ്റ്ററീസ് കിട്ടുന്നുണ്ടോ? അത് ഏതോ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടല്ല ഹിസ്റ്ററി കിട്ടുന്നത്. അതെ അതെ ബാലൻസ് അല്ല അതെ ഞാൻ ശരിയാ. പറഞ്ഞത്. ഞാൻ എങ്ങോട്ടൊക്കെ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഒരു മാസത്തിൽ ഇത്ര പേ ചെയ്യണ്ടെന്നുള്ള അവരെ സെർവറിൽ കേറുന്നുണ്ടല്ലോ. മീൻസ് നമ്മക്ക് കിട്ടുന്നുണ്ടോ? അത് അതെ നമ്മൾ എഴുതി വെക്കുന്നില്ല. അത് ഗൂഗിൾ എവിടെ എഴുതി അതെ വെക്കുന്നില്ലേ? ഉണ്ട്. അത് എഴുതി വെക്കുന്നത് ഉണ്ട്. അവർ പറയുന്നത് എവിടെയും കൊടുക്കൂല എന്നാണ്. അവർ കൊടുക്കുന്നില്ല, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം, ഈ നമ്പറിന് ഇത്രയും ഈ മാസം ഇത്ര സ്പെൻഡ് ചെയ്തേക്കണത് ഈ കൂടെ. അപ്പൊ അയാളെ അതെ അതെ സ്പെൻഡിങ് അതെ പാറ്റേൺ മനസ്സിലാക്കുക. ഈ സ്പെൻഡിങ് പാറ്റേൺ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതെ പൈസ കിട്ടിയാൽ തന്നെ മതി. അയാൾക്ക് എത്ര പൈസ ചെലവാക്കും. അപ്പൊ അയാൾക്ക് വന്നതും പോയതും നോക്കുമ്പോൾ അയാൾ കൂടുതലും വന്ന് ചെലവ് കൂടുതലാണ് കണ്ട അയാൾ ഏറ്റവും വലിയ എന്താണ് അഡിക്ഷൻ ഉള്ള ആളാണെന്ന് മനസ്സിലായി. ഫുൾ ഉള്ളിലേക്ക് അതെ പോകണ്ട. അതെ ഉള്ളിലേക്ക് ഇന്ന ഇന്ന സംഭവത്തിൽ അതെ ബിഗ് ഡാറ്റയിലോട്ട് കിടക്കാതെ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെ ഉപയോഗിക്കണം വെച്ചാൽ ഈ ഒരു അതെ പോർഷൻ വെച്ചിട്ട് അവർ അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അഡ്വർടൈസ്മെന്റ് ഐഡിയ ഓട്ടോമാറ്റിക്കലി ഈ ഗൂഗിൾ തരുന്നുണ്ട്. അതെ 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 അഡ്വർടൈസ്മെന്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മൾ പോയി നോക്കിയാൽ ഓരോ അക്കൗണ്ടിനും അഡ്വർടൈസ്മെന്റ് ഐഡിയും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും ഇതിലൊക്കെ ആക്റ്റീവ് റെക്കോർഡ് ആയിരിക്കും. ചെയ്യുന്നതും ഒക്കെ ഉണ്ട്, ആക്ടിവേറ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. പക്ഷെ ഗൂഗിൾ പിക്സലും സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവരത് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ബ്ലോക്ക് അതെ ചെയ്ത് വെക്കും. പക്ഷെ ബാക്കി കാര്യങ്ങൾ അതിലെന്നാലും കുറെ കാര്യങ്ങളുണ്ട്. അഡ്വർടൈസ്മെന്റിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറെ ഓപ്ഷൻസ് ഗൂഗിൾ ഓൾറെഡി ഡീഫാൾട്ട് ആയിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതെ 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 മനസ്സിലായില്ലേ? ഈ ഗൂഗിൾ അതെ ഏറ്റവും വലിയ കള്ളന്മാര് ഗൂഗിളും ആമസോണും ആണ്. ഈ ആമസോൺ എന്തുകൊണ്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ആമസോണിക്ക് മനസ്സിലായി ഇപ്പൊ ഗൂഗിൾ ഇങ്ങനെ എടുക്കണേ, ഏതായാലും ആമസോൺ തുടങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ UPI ആ എന്ന് പറഞ്ഞ സാധനം ആരാ കണ്ടുപിടിച്ചറിയോ? ഇന്ത്യൻ ഗവൺമെന്റ് ആണല്ലോ യു ഇന്ത്യൻ പി ഐ. ഗവൺമെന്റിന്റെ സാധനമാണ് ഏറ്റവും കൂടുതൽ നമ്മള് ഇന്ത്യനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഇത്രയും കാലം ഇത്രയും കോടി ജനങ്ങളെ അതെ ഇത്രയും നോട്ട്സുകൾ ഇത്രയും നമ്പറിനായിട്ട് ബാങ്ക് സിമ്പിൾ ആയിട്ട് ട്രാൻസാക്ഷൻ നടന്നു ആ സാധനം UPI കണ്ടുപിടിച്ചത് വേറെ ആരുമല്ല, ഇന്ത്യ തന്നെയാണ്. ഇന്ത്യന്റെ ആ ടെക്നോളജിയാണ് ബാക്കിയുള്ളവർ കടമെടുക്കുക ചെയ്തത്. എന്നാല് അല്ല ഇന്ത്യന്റെ ആ പക്ഷെങ്കില് ഒരു വേറെ വേറെ രാജ്യത്തൊന്നും ഇത് ഇല്ലെന്നുള്ളതാണ് വേറൊരു അല്ല അല്ലെ മറ്റുള്ളവർക്ക് തുടങ്ങുന്നുണ്ട് ഫിൻടെക്കിന്റെ സ്റ്റാർട്ട് സാധനങ്ങൾ. ചെയ്യുന്നേ ഇപ്പൊ ഉള്ളൂ. ഓക്കെ. ഫിൻടെക് എന്ന് പറഞ്ഞ സാധനത്തിന് മെയിൻ ആയിട്ട് തുടങ്ങിയിട്ട് വിജയിച്ചത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഈ ഒരു സാധനം വിജയിച്ച ശേഷം മറ്റുള്ളവർക്ക് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ മറ്റുള്ള ദുബായിലും മറ്റുള്ളവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഓക്കെ. എക്സ്റ്റൻഷൻസ് കൊടുക്കുന്നുണ്ട്. അവരതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പക്ഷെ ഇതിന് ദുബായ് കൺവീനിയൻസ് ആണ്. ഇപ്പൊ അവരിപ്പോ ഗൾഫ് ആ ഇപ്പൊ US ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാല് അവര് അന്തം വിടുകയാണ്. ഇങ്ങനെ ഇത്രയും ഒരു കാലത്ത് എല്ലാവരും ഇങ്ങനെ പൈസ ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ പോയാലാണ് ശരിക്കും പോലെ മനസ്സിലാവുക. അവിടെ ഒരാളും കൈക്ക് ആ പൈസ വെക്കൂല. എല്ലായിടത്തും ഗൂഗിൾ പേ ആണ്. അപ്പൊ അതിലൂടെ വേറൊരു പ്രശ്നമുണ്ട്. ആ, പണ്ട് നമ്മുടെ ഉണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ കേരളത്തിൽ അതൊക്കെ തന്നെ ഗൂഗിൾ പേ തന്നെ ഗൂഗിൾ പക്ഷെ പേ ഫോൺ നമ്മളെപ്പോഴാ പേ കുടുങ്ങാന്നറിയോ? ഇതിന് ഇനി കുറച്ച് ആ കഴിഞ്ഞാൽ ഇതിനെ അഡിക്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇതൊരു അഡീഷണൽ പേ കൊടുക്കണം. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഈ ഫോൺ റീചാർജ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതെ 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 ഇപ്പൊ അതെ ഫ്രീ റീചാർജിന് ഫീ അഡീഷണൽ കൊടുക്കുന്നുണ്ട്. 3 rupees ആ 2 അത് rupees വരി 3 rupees ഓട്ടോമാറ്റിക്കലി ഒക്കെ ഉണ്ട്. അവളെന്ത് ചെയ്യും, ഈ പർച്ചേസിനൊക്കെ അത് കൊടുക്കും. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോ ഇവര് GST അതിനെ ആഡ് ആക്കാൻ നോക്കുന്നുണ്ട്. ഗവൺമെന്റ് അല്ല കളി കളിക്കണത്. ഗവൺമെന്റ് അതെ അതെ GST അതെ കൂടി ആഡ് ആക്കിയാല് അതെന്തായും തീരുമാനാവും. അതെ 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 അതെ. അത് ശരിയാ. ആ ഒരു എന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മള് നോർമൽ ചിന്തിക്കുവാണെങ്കിൽ തന്നെ അവർക്കും ഇതിന്റെ വരുമാനം കിട്ടണ്ടേ. ഉള്ള അവർക്ക് സംഭവങ്ങളൊക്കെ ഇന്നോവേഷൻസ് ഒക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഒരു വരുമാനം അവർക്ക് വേണ്ടേ. ഇപ്പൊ ഗവൺമെന്റ് ആണേലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണേലും ഇപ്പം പക്ഷെ നമുക്ക് ഫ്രീ അതല്ല ആയിട്ട് കിട്ടുന്ന ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ വരുമാനം അവർക്ക് പല രീതിയിൽ കിട്ടുന്നുണ്ട്. അവർ ഇത്രയും കാലം ഇങ്ങനെ വരുമാനം ഇല്ലാതെയാണ് പോയത്. ഇല്ല, പക്ഷെ ഞാനതിൽ പറഞ്ഞത് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതും കാര്യങ്ങളും കാണുമ്പോൾ അവർ ആലോചിക്കണം നമ്മൾ എന്തോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന്. എന്നാലേ അതെ അതെ അവരെന്നാലും വെറുതെ ഒരാൾ ഫ്രീ തരൂല. എന്തെങ്കിലും സാധനം അവർക്ക് വെറുതെ അതെ അതെ കിട്ടുന്നുണ്ടെന്നാലും അതിന്റെ വാല്യൂ അതത്രേ ഞാൻ ഉള്ളൂ. പറയുന്നത് വെച്ചാൽ പ്രൈവസി എന്നുള്ള സാധനത്തിന്റെ വാല്യൂ നമ്മൾ തീരെ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്.
അത് നമ്മളത് നമ്മുടെ ഒരു നമുക്കത് മനസ്സിലാക്കി, നമുക്ക് പ്രൈവസിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കില്ല. നമ്മള് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ എവിടൊക്കെ ഡാറ്റകൾ ഉണ്ട് എന്ന് എപ്പോഴും മനസ്സിലാക്കി വെക്കലാണ് ഒരു മാർക്കറ്ററിന്റെ ആവശ്യകത, കണ്ടെത്തേണ്ട ആവശ്യകത. എന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെ ഡാറ്റ നമുക്ക് കിട്ടും, ഡാറ്റകൾ കറക്റ്റ് ഡാറ്റ കിട്ടുമോ, ആ സോഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ മീൻസ് ഈ ആൾക്കാർക്കാകെ മെറ്റയിലും ഇതിലും അഡ്വർടൈസ്മെന്റും ചെയ്യുന്നതിലും മാത്രമേ അറിയുള്ളൂ. മീൻസ് വരുന്ന ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്ക്, മീൻസ് ഡിജിറ്റൽ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരൊക്കെ മെയിൻലി എന്താണ് ഈ ആഡ്സ് ഇങ്ങനെ ഇതിൽ കാണിക്കുക, ഇന്നതിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡാറ്റാ സെറ്റ് ഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡാറ്റാ സെറ്റുകളുള്ള പല സ്ഥലങ്ങളുണ്ട്. ആക്ച്വൽ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ ടൈപ്പിംഗ് സെന്ററുകൾ, അക്ഷയ സെന്ററുകൾ, പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കുറെ പോളിസീസ്, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇപ്പൊ സ്കൂൾസുകൾ, പിന്നെ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളും എന്തിനു പറയണ എല്ലാരും ഉപയോഗിക്കുന്ന മറ്റേ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ. അയാളുടെ സോഫ്റ്റ്വെയറിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഡാറ്റാസ് എടുക്കാവുന്നതാണ്. ആ ഒരു ലൊക്കാലിറ്റി ഉള്ള ആൾക്കാരുടെ ഡാറ്റാസ് അങ്ങനെ സിമ്പിൾ ആയിട്ട് കിട്ടും. റിലയൻസും മറ്റ് ചെറിയ ചെറിയ മിനി സ്റ്റോഴ്സ് ഒക്കെ ഉണ്ടല്ലോ റിലയൻസിന്റെ, അവരൊക്കെ ഭയങ്കരമായിട്ട് ഡാറ്റാസ് അവര് കളക്ട് ചെയ്യുന്നത്. അവര് കാർഡ് കൊടുക്കില്ല, ഇവര് ഡാറ്റാസ് വാങ്ങിച്ചിട്ട് കാർഡ് കൊടുക്കും. ഒന്നാമത് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഡാറ്റാസ് കിട്ടാനും. ഡാറ്റ ഇപ്പം അവരിപ്പോ ഓൺലൈൻ വഴി ഇപ്പൊ ആൾക്കാരിലോട്ട് എല്ലാം ജിയോ ആണെങ്കിലും എത്തിക്കുന്നുണ്ടല്ലോ അവരുടെ പ്രൊഡക്റ്റ്, പുതിയ ഇത് വന്നാലും കാര്യങ്ങളൊക്കെ. അത്രയും വാട്ടിന്റെ കാര്യത്തിലേ ഹലോ, ഇനിയിപ്പോ എന്തായാലും ഈ വാട്ടിന്റെ കാര്യത്തിൽ എല്ലാരും പോയി തോന്നുന്നു. ഈ വാട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇതില് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാൻ പറ്റണല്ലോ ഇപ്പൊ ഗ്രൂപ്പിന് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതിലിപ്പോ ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. വാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കോമ്പറ്റീഷൻ ഇതുവരെയായിട്ട് ഉണ്ടെന്ന്. ഇപ്പം ബ്രോ പറയുന്ന ഇപ്പം കേട്ട് വേറെ, പക്ഷെ അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ലായിരിക്കും ആ ഒരു കമ്പനീസ് ഒക്കെ. പക്ഷേങ്കിൽ ഇതുപോലെയുള്ള വാട്ടിയുടെ സെയിം ഫീച്ചേഴ്സ് കൊടുക്കുന്ന കുറെ കമ്പനീസ് ഉണ്ട്, ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, നമുക്ക് ആ ഒരു കമ്പനീസിലെല്ലാം നമ്മൾ ആ പാക്കേജ് എടുത്തു കഴിഞ്ഞാല് അതെന്നൊക്കെ പറയുന്നത് 1000 രൂപയ്ക്ക് പിന്നെ ഇത്ര മെസ്സേജസ് നമുക്ക് അയക്കാന്നൊക്കെ, 1,00,000 മെസ്സേജസ് ഒക്കെ അയക്കാന്നൊക്കെയാണ് അവര് വാഗ്ദാനം ചെയ്യുന്നത് 1000 രൂപയ്ക്ക്. മനസ്സിലായോ? മറ്റ് കമ്പനീസ് ഒക്കെ. പക്ഷെ വാട്ടി എന്ന് പറയുന്നത് മിനിമം 3000 രൂപയ്ക്ക് ബേസിക് ആയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തു പോകണമെങ്കിൽ മിനിമം 3000 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മള് വാട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ബ്രോ ഏത് ടീമിനാണ് അത് എടുത്തു കൊടുത്തത്? അവരെ മോണിറ്റർ അവരെ ഡീറ്റെയിൽസ് കിട്ടുമോ? മീൻസ് അവരിപ്പോ എങ്ങനെയാണ്, അവരിപ്പോഴും ഉപയോഗിച്ച് പോകുന്നുണ്ടോ, അവരെങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെ അറിയോ? ഉപയോഗിച്ച് പോകുന്നുണ്ട്. എനിക്കറിയാവുന്ന 2-3 ടീംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനൊരു കുറച്ച് നാക്കുകളുണ്ട്. എന്ന് വെച്ചാല് കുറച്ച് ട്രിക്സ് ഉണ്ട് അത് ഉപയോഗിച്ച് പോകാൻ വേണ്ടിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന പിന്നെ വാട്സ്ആപ്പ് നമ്പർ തന്നെ വേണം ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി. ഓക്കെ, ഫ്രഷ് വാട്സ്ആപ്പ് നമ്പറൊക്കെ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ അവര് ബ്ലോക്ക് അടിച്ചു വിടും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇനിഷ്യലി നമ്മള് ചെയ്യുമ്പം ആദ്യം 50 ബൾക്ക് മെസ്സേജ് അയക്കുക, പിന്നെ 100 ആക്കുക, അത് 200 ആക്കുക, പിന്നെ അത് 1000 ആക്കുക, 2000 ആക്കുക, അങ്ങനെ പോവും അത്. അങ്ങനെ കൊണ്ടുപോകാവുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇതിനുള്ള റിട്ടേൺ എങ്ങനെയുണ്ട്? ഇതിന്നുള്ള അത് നമ്മൾ ഡാറ്റാസ് ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചാണ്. ഡാറ്റ നമ്മുടെ നല്ലതാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുമല്ലോ. ഇപ്പം കുഴപ്പമില്ല. ഇപ്പൊ നമുക്കിപ്പം ഞാൻ ഈ അടുത്ത് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടായി, നമുക്ക് ഇതിന്ന് ഗൂഗിൾ മാപ്പിൽ നിന്ന് ഡാറ്റ ഡ്രിവൻ ചെയ്ത് എടുക്കാൻ വേണ്ടി ഡാറ്റാസ് എടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഇതിട്ടുണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ. അതെ എക്സ്റ്റൻഷൻ. അപ്പം അങ്ങനെ എടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാറ്റാസ് പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോ എനിക്ക് വേറൊരു ടീമിനെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഡാറ്റാസ് അങ്ങനെയൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇതില് പറയുമ്പോ ഇപ്പൊ 3000 മെസ്സേജ് ഇപ്പൊ ഒരു ദിവസം അയച്ചു, ഹലോ, അപ്പൊ അതിന് ഒരു മെസ്സേജിന് ഇപ്പൊ മീൻസ് 3000 മെസ്സേജ് അയക്കുമ്പോ അതിന് എത്ര കോസ്റ്റ് ആണ് വരിക അതിന്?
ഒരു 3000 മെസ്സേജ് അയക്കുമ്പോ കേടില്ല. എത്ര കോസ്റ്റ് വരും? കോസ്റ്റോ ഇപ്പം ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജില് നമുക്ക് 1000 ആ മെസ്സേജിന്റെ കണക്ക് അങ്ങനെ പ്രാക്ടിക്കലി അങ്ങനെ ആക്കിയിട്ടില്ല. ചെയ്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്, പിന്നെ ചാറ്റ് ഫ്ലോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിജോക്ക് വരുന്ന എന്ത് വർക്കുകൾ ഉണ്ട് അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂലേ? പ്രൈസിങ് അപ്പൊ പ്രൈസിങ് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതാണ് ഞാൻ ചോദിക്കണേ. വാട്ടിന്റെ തന്നെ നമുക്ക് ചെയ്ത് നോക്കിയാല് പ്രൈസിങ് ഇതാണ് 3500 മുതൽക്കാണ് അതിന്റെ നമ്മൾ ഇട്ട പ്രൈസിങ് ഉണ്ടല്ലോ, ആ പ്രൈസിങ്ങൾ കൊടുത്താൽ മതി. അതിന്റെ പ്രോ എങ്കിൽ പറഞ്ഞാൽ മതി, പ്രോസ് പറഞ്ഞാൽ മതി. 1200 പറയാതെ പ്രോ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഓട്ടോമാറ്റിക്കലി അതിലെല്ലാ ബെനിഫിറ്റും പെട്ടോളും. അതെ അതെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് അതില് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ അത് വാട്ടിൽ തന്നെ പോയാൽ കിട്ടുകയും ചെയ്യുമല്ലോ. അതെ വാട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം അതിലുണ്ട്. മനസ്സിലായോ? നമ്മൾ എടുക്കുമ്പോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിന് കോമ്പറ്റീഷൻ, വാട്ടിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടോന്ന് ഇല്ല സത്യം പറയാം ഇപ്പൊ. ഡബിൾ ടിക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ ഉണ്ട് ഇപ്പൊ. ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പൊ ഇങ്ങനെയുള്ള പിന്നെ പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനെയുള്ള ലേണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും ഒരു വിഷയമാണ്. ലേണിംഗ് പീരീഡ് ഡബിൾ ടിക്കിൽ ഉണ്ട് തോന്നുന്നു. ഓക്കെ. പിന്നെ പറയുവാണെങ്കിൽ ഇപ്പൊ വാട്ടി ആപ്ലിക്കേഷൻ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിലും വാട്ടി ആപ്ലിക്കേഷന്റെ APIs ആണേലും അങ്ങനെ ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കുറെ സ്ഥലത്ത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾ ആയിട്ട് അവര് പ്ലഗ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ അതിൽ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാൻ വേറെ പ്ലാറ്റ്ഫോംസ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഫീച്ചർ കൊടുക്കുന്നുണ്ടെന്ന്. അതിങ്ങനെ കൊടുത്തു വരുന്നുണ്ടാവും. പിന്നെ അതിങ്ങനെ കോമ്പറ്റീഷൻ ഇപ്പൊ ഈ വാട്ടിന്ന് തന്നെ ഓൾറെഡി ഇപ്പൊ അതിലുള്ള ആൾക്കാർ മാറിയിട്ട് വേറെ പരിപാടിയൊക്കെ തുടങ്ങും. അത് വളരുന്നതനുസരിച്ച് വരും. എന്നുവെച്ചാല് ഒന്നെങ്കിൽ എന്തേലും വാട്സപ്പ് അത് ബ്ലോക്ക് ചെയ്യാത്തോളം കാലം അതിന്റെ എന്ത് ചെയ്യും, പബ്ലിക് ആയി കിട്ടുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വെച്ചാൽ പുതിയ പുതിയ ആൾക്കാർ പഴയണെങ്കിൽ ചിലപ്പം കൂടുതൽ ആൾക്കാർ പുതിയ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഡെവലപ്പിംഗ് അല്ലേ, പല രീതിയിലായിരിക്കും. പിന്നെ ഈ ഗിറ്റ് ഹബിലൊക്കെ ഉണ്ടോ ബ്രോ? ഗിറ്റിലൊക്കെ ഉണ്ടോ ഗിറ്റ് ഹബ്? അതില് അക്കൗണ്ട് ഉണ്ടോന്നാ? അക്കൗണ്ട് ഉണ്ടോന്ന്? ഗിറ്റ് ഹബ് ഉണ്ട്. ഞാൻ ഓപ്പൺ സോഴ്സ് ചെയ്തിരുന്ന ആളാണ്. നമുക്ക് സ്റ്റാറും അതൊക്കെ അതിന്റെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ അങ്ങനത്തെ രീതിയിൽ നോക്കിയ ആളാണ്. ഓപ്പൺ സോഴ്സ് ഗിറ്റ് പോർട്ട്ഫോളിയോസ് ഉള്ളതിന്. ഇപ്പൊ ഓപ്പൺ സോഴ്സ് ചെയ്യുന്നോണ്ട് നമുക്ക് പേഴ്സണലി അവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം വേറെ അല്ലേ, അത് മാത്രമൊന്നുമല്ല, അതിലൂടെ പൈസ കോടികൾ ഉണ്ടാക്കാം. അതുണ്ടാക്കിയ ആൾക്കാർ തന്നെ ഉണ്ട്. ഇപ്പൊ ഹോപ്സ് കോച്ച് പറഞ്ഞിട്ട് മലയാളി തന്നെ ഉണ്ട് ഒരാള്. ഒരു ഓപ്പൺ സോഴ്സ് സാധനം ഇപ്പൊ 300 കോടി 400 കോടിയിൽ അടുത്തായി. എങ്ങനെ കിട്ടുന്നു ചോദിച്ചാൽ ഇതൊക്കെ ഒരു വാല്യുവേഷൻ, അത് ഒരു വേറെ ലോകമാണ്. അത് നമുക്ക് മനസ്സിലാവില്ല. അതിപ്പോ ഫ്രീ ആയിട്ട് കിട്ടും. ഇതിലൊരു കോഡ് ഫുള്ള് ഫ്രീ ആണ്, പിന്നെ എന്തിനാണ് പൈസ കൊടുക്കുന്നത് ചോദിക്കും. അപ്പൊ അത് അങ്ങനത്തെ ഒരു വേറെ അവർ പിച്ചിടൊക്കെ ഈ സ്റ്റാർട്ടപ്പിന്റെ വേറെ ലോകങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈ സ്റ്റാർട്ടപ്പിന് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ പിന്നെ സോക്കോ ഉപയോഗിച്ചിരിക്കണ വാട്സപ്പിൽ സോക്കോ മലയാളിന്റെ സോക്കോ ഉപയോഗിച്ചു. റിജോ ബോയ്, സോക്കോ അടിപൊളിയാണ്. സോക്കോയില് കുറെ കാര്യങ്ങളുണ്ട്, അത് അടിപൊളിയാണ്. അതിപ്പോ അവര് ഇതായി വൈസി ഇത് കിട്ടിയാണ്. വൈ കോമ്പിനേറ്റർ 2022 21 കിട്ടിയ കമ്പനിയാണ്. വാട്സ്ആപ്പ് ആപ്പ് ഹെൽപ്പ് സെയിൽ മാർക്കറ്റിംഗ് കസ്റ്റമർ സപ്പോർട്ട് എല്ലതും കിട്ടും. ആണല്ലേ? സോക്കോ ഒന്ന് ടെസ്റ്റ് ചെയ്യണേ, അത് മലയാളിന്റെ ആണ്. അല്ല ഈ വാട്ടി പോലെയാണോ അതോ വേറെ ആണോ സോക്കോ? അതില് എല്ലാ കാര്യങ്ങളും കൂടി കിട്ടും. അത് കുറച്ചും സുഖമാണ്. വാട്ടിയേക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ട് ഇതിൽ. അതില് പിന്നെ പ്രൊഡക്റ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലെ?
അങ്ങനെ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ചെയ്യുക ഉണ്ടല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്സ്ആപ്പ് API ടു ഹെൽപ്പ് സെയിൽസ് മാർക്കറ്റിംഗ് കസ്റ്റമർ സപ്പോർട്ട് ഇതൊരു ഏരിയ തന്നെയാണ്. കുറെ കാര്യങ്ങളുണ്ടായി. എന്താ വെച്ചാല് വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് മറ്റേ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ ഇ-കൊമേഴ്സ് ബിസിനസ് ട്രേഡ് ഫോർ സ്റ്റേറ്റ് വേർഡ് ഇൻ എക്സൽ ഫെസിലിറ്റേറ്റിംഗ് ബോഡ്കാസ്റ്റിംഗ് ഓട്ടോമേഷൻ റിക്കവറി മെയിൻലി ഇവര് സോക്കോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇതിലാണ് കേട്ടോ. അവർക്ക് ഒരു പിന്നെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ മൊത്തം അവര് വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉഷാറാക്കി തരും. ഞാൻ ഈ സോക്കോ കേട്ടിട്ടുണ്ട്, മറ്റേ ഇവരുടെ പോഡ്കാസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് സോക്കോ. അങ്ങനെ തന്നെ ഞാനും കേട്ടത്. ഞാൻ അതില് കൊറേ ഡാറ്റകള് ഞാൻ ആ ഗ്രൂപ്പില് ഇല്ലേ അതില് ഇല്ല ആ ഗ്രൂപ്പില് അയ്യോ ഇ-കോമില് ഞാൻ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ ഞാൻ തുറന്നു നോക്കില്ല. കൊറേ മെസ്സേജസ് ഡെയിലി ഒരു 10, 100, 200, 300 മെസ്സേജസ് എന്നും അത് തുറന്നു നോക്കൂ. അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ഞാൻ എന്നിട്ട് അതില് ഉണ്ടായിരിക്കും ഇടയ്ക്ക് മാത്രം മെസ്സേജ് അയക്കുള്ളൂ. പക്ഷെ എല്ലാവരുടെ മെസ്സേജ് ഞാൻ എന്ത് ചെയ്യും ട്രാക്ക് ചെയ്തിട്ട് അവരുടെ ഫയല് ഞാൻ സേവ് ചെയ്ത് വെക്കും. അവരെന്തിനാണ് അതിന്റെ CEO ആണോ മറ്റേതാണോ അങ്ങനെ കൊടുത്ത് വെക്കും. ട്രാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് ഒരു ടെക്നിക്കാണ്. അപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ കോണ്ടാക്റ്റുകൾ നമ്മൾക്ക് കിട്ടും. ഓൾറെഡി അവരെ ഇൻട്രസ്റ്റുകൾ അവരെ എക്സ്പെക്ടേഴ്സ് അവരോട് പറയും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും അത് അതിനെ രീതിയിൽ സേവ് ചെയ്ത് വെക്കും. അല്ല അത് അവരുടെ 1% കമ്മ്യൂണിറ്റി അല്ലേ? 1% അങ്ങനെ അല്ലേ? അതല്ലേ? ആണ് അതിനാണ് കണക്ഷൻ കിട്ടിയത്. ബ്രോ അങ്ങനെയല്ല മുന്നേ മെസ്സേജ് ചെയ്തത്. ആണല്ലേ? ഞാൻ അതിലൂടെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതില് ഞാൻ സത്യം പറഞ്ഞാൽ അത് കുറെ നാളായി കേറിയിട്ട്. ഇപ്പൊ ഒരു 1000-അപ്പുറം മെസ്സേജ് 10,000-അപ്പുറം മെസ്സേജ് ഉണ്ടാവില്ലേ? അതെ. പക്ഷെ കൂടുതലും പറയുന്നത് ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അത് മാത്രമൊന്നല്ല അതില് പലതും വരും. അതാണ് അതിന്റെ രസം. അപ്പൊ ഞാൻ ഇതിന്റെ ഒന്നാമത്തെ കാര്യം ടൈറ്റ് ഷെഡ്യൂളിങ് ആണ് ഒന്നാമത്തെ കാര്യം. അത് ഞാൻ ടച്ച് ഇത് എടുത്ത് നോക്കിയെന്ന് പറയാം. ഞാൻ മുമ്പൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഇത് നമുക്ക് നോക്കി പോകുന്നോണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ടൈറ്റ് ആയതുകൊണ്ട്. ബ്രോക്ക് ഇപ്പൊ എങ്ങനെയൊക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടാവും അല്ലേ? വർക്കും കാര്യങ്ങളും റെക്കോർഡിങ് ഇല്ലില്ല. റെക്കോർഡിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. റെക്കോർഡിങ് ആയിട്ടാ വന്നത്. അത് സ്ക്രീൻ റെക്കോർഡിങ്. ഞാനിപ്പോ മൊബൈലാണ് സംസാരിക്കുന്നത്. ലാപ്ടോപ്പില് ഞാൻ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തിട്ടു. മൈക്കും മറ്റേ ഇതും പിന്നെ സൗണ്ടും കട്ട് ചെയ്തിട്ടു. അപ്പൊ എന്താ വെച്ചാൽ അത് റെക്കോർഡിങ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടി അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്. കേൾക്കാൻ പറ്റും. നമുക്ക് ഈ റെക്കോർഡിങ് കിട്ടുമ്പോ നമുക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ എല്ലാരും പോയല്ലേ. അപ്പം ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ റീജോ പറഞ്ഞിട്ടുണ്ടായി ഓഫ്ലൈൻ മീറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെറ്റ് ചെയ്യണം. ഓഫ്ലൈൻ മീറ്റപ്പ് നമുക്ക് ഇനി കൂടുതൽ കുറച്ച് ആൾക്കാർ ഇതിലോട്ടേ ഈ ചർച്ചയിലോട്ട് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരെ എത്തണം. ഒരു 10 ആൾക്കാരെങ്കിലും ചർച്ചയിലോട്ട് വരുന്ന രീതിയിലോട്ട് എത്തിയതിനു ശേഷം മീറ്റപ്പ് എത്തിയാൽ മതി. ആവുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കിപ്പോ കൗണ്ടിൽ അറിയുന്നത് ഈ ഗ്രൂപ്പില് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അശ്വിൻ ഉണ്ട്, അതുപോലെ തന്നെ റിജോ ഉണ്ട്, പിന്നെ കുറച്ച് ഇവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ചൊരു 6-7 ആൾക്കാരായി. പക്ഷെ ഇനി ഈ ഒരു ഇത് കൗണ്ട് ഇതിൽ എന്താ കൂട്ടിക്കൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും വരും. അപ്പൊ ഇതിൽ വേറെ ഒരു സിംഗ് എന്ന് മെസ്സേജ് അയച്ചിക്കണല്ലോ ഗ്രൂപ്പില്. അത് കണ്ടില്ല? ഇന്നൊരു ഗ്രൂപ്പിൽ ഒരുത്ത മെസ്സേജ് അയച്ചിക്കണ ഒരു നോർത്ത് ഇന്ത്യക്കാരന്. ആണോ? നോർത്ത് ഇന്ത്യ ഇങ്ങനെ തീരെ നോക്കണില്ലേ? ഞാൻ നോക്കട്ടെ. എപ്പോ അയച്ചതാ? എപ്പോ അയച്ചതാ? എന്താ അയച്ചത്? നിശാന്ത് എന്താ അയച്ചെന്തുവാ? ഹായ് ലുക്കിംഗ് ടു ഹയർ എ മാർക്കറ്റിംഗ് കോംസ്. പക്ഷെ ആള് കുഴപ്പമില്ല.
ഓക്കെ 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 ആ മാർക്കറ്റിംഗ് ആ ഓക്കെ പക്ഷെ അയാള് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അയാൾ ഉഷാറുള്ള ആളാണ്. അയാള് നമ്മൾ നോക്കിയപ്പോ അയാള് വേറൊരു കാര്യങ്ങളൊക്കെ ആ പറയുന്നുണ്ട്, TCS സ്പ്രിംഗ്ലർ. അപ്പൊ ഞാനത് കണ്ടപ്പോ വിചാരിച്ചു ഏതായാലും ഈ ഒരു സാധനം ടൂൾ ഏതായാലും നോക്കാന്ന്. എനിക്കൊരു കാര്യം കിട്ടിയാ പിന്നെ അതുപോലെ തന്നെ ഇയാള് ലിങ്ക്ഡിൻ ഒന്ന് എടുത്തു നോക്കി. ലിങ്ക്ഡിൻ എടുത്തു ആ നോക്കിയപ്പോ ആ അത്യാവശ്യം നല്ല ഒരു 5000 ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ അയാള് ആ പിന്നെ TCS അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈക്കും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഉണ്ട്. ആ ആ അപ്പൊ ആ ആ TCSലാണ് ഇപ്പൊ വർക്ക് അത് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. കാണിക്കുന്നല്ലേ ഹിന്ദിക്കാരനാണോ അപ്പൊ പുള്ളി ഇപ്പൊ ഹിന്ദിക്കാരനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് നിശാന്ത് സിംഗ് ടി, ആ എന്താ മധ്യപ്രദേശ് വെച്ചാൽ എന്ന്. ഇവൻ എങ്ങനെ ആ ഇപ്പൊ ഇത് വന്നത് എനിക്കും അറിയില്ല. ഇത് ഓൾറെഡി അല്ല എങ്ങനെ വന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാണ്. എല്ലാം റിവ്യൂ ചെയ്തിട്ടാണ് കേറ്റ് ഇതിലോട്ട് ആഡ് ഓൺ ചെയ്യുക ഇത് ഞാൻ അങ്ങനെയാണ് കയറ്റിയതൊന്നുമില്ല. ഞാനൊന്നും ഇതാക്കിയിട്ടില്ല കേട്ടാ. ഇത് അല്ലല്ല അല്ല ഞാൻ അതല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ ആ പുള്ളിക്ക് എനിക്ക് ഞാൻ ഓർക്കുന്ന ഞാൻ വേറൊരു പുള്ളി ഇങ്ങനെ എനിക്കറിയാം ആ പുള്ളി എന്തോ ഇങ്ങനെ മധ്യപ്രദേശ് അവിടെ എവിടെയോ ആണ്. പക്ഷെ പുള്ളിക്ക് എന്നാ മലയാളം അതാണ്. അറിയാം. എന്നാ തൃശ്ശൂരാണ് പുള്ളി അതായിരിക്കും. ഇപ്പൊ ഇയാള് തൃശ്ശൂരാണ്. മലയാളം അറിയായിരിക്കും. എന്നാ ഇയാളൊന്നും പറയണില്ലല്ലോ. ആ ഇയാളിത് അതെ ഓൾറെഡി ഉള്ള അതെ നമ്പർ. ഇയാള് പുതിയതായിട്ട് ജോയിൻ ചെയ്തോന്നല്ല. ഇയാൾ കുറെ മുന്നേ ഉള്ളതാണ്. കൊറേ മുന്നേ ഉള്ളതാണ് അതാണ് കൊറേ മുന്നേ അപ്പൊ ഉള്ളതാണ് അപ്പൊ ഇയാൾക്ക് ആ പുള്ളി ഇയാൾ തന്നെ ഈ നിശാന്ത് സിംഗിന്നും കണ്ട് ഈ സ്ഥലത്തിലൊന്നും ഒരു നാട്ടിട്ട് ഒരു ഇത് കാണുന്നില്ല. അതുകൊണ്ടാണ് പേഴ്സണലി മെസ്സേജ് അയച്ചത്. പക്ഷെ ഇയാള് കണ്ടിട്ട് ഇപ്പൊ ആ ഫോട്ടോ അല്ല ഈ ഫോട്ടോ അല്ലേ. അപ്പൊ ഇയാളൊന്ന് വെറുതെ പേഴ്സണൽ പേഴ്സണലി ഒന്ന് മെസ്സേജ് മെസ്സേജ് അയച്ചു നോക്ക്. ഒന്ന് വെറുതെ രീതിയിൽ ഇയാൾ എങ്ങനെയാണ്. അയച്ചു നോക്കാം ആ അയച്ചു നിശാന്തിനെ നോക്കാം ഒന്നും കൂടി ഒന്ന് ഇന്റർവ്യൂറ്റ് ചെയ്യുക. ആള് കുഴപ്പമില്ല, നല്ല ആളാണ്. നമുക്ക് പറ്റിയ ടീം തന്നെയാണ്. ആ ആ മാർക്കറ്റിംഗ് അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഒന്നും പിന്നെ കൂടി ഒന്ന് പഠിച്ചാൽ മതി. മധ്യപ്രദേശാണ് ആ കാണിക്കണത്. ആ ആ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് കുറെ പേര് അങ്ങോട്ട് മെസ്സേജ് അയച്ച് അപ്രോച്ച് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ അടിച്ചു നോക്കും. ഉം. കൊച്ചി റിലേറ്റ് ചെയ്തിട്ടുള്ള ഉം. ഫ്രീലാൻസേഴ്സ് ഞാൻ അടിച്ചു നോക്കും. അടിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് ഞാൻ ഉം. മെസ്സേജ് ചെയ്യും. ഉം. ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ട് അവര് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ കയറുമല്ലോ. ആ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന വേറൊന്നും ഇല്ല എന്ന് വെച്ചാല് ഫ്രീലാൻസറെ സപ്പോർട്ട് ചെയ്യുക, എംപവർ ചെയ്യിക്കുക, ഡാറ്റാസ് ഷെയർ ചെയ്യുക. അവര് ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങോട്ടും ഷെയർ ചെയ്യുക. അതൊക്കെ തന്നെ പരിപാടി. അപ്പോ ഉം. അപ്പോ നമുക്കപ്പം അല്ല ഓഫ്ലൈൻ മീറ്റപ്പ് ഇയാളൊന്നും ചെയ്യണ്ട. ഇയാള് അടിപൊളിയാണ്. ഇയാൾ അവിടെ ഉണ്ടായിക്കോട്ടെ. ഇയാളെ രീതിയിൽ വരുന്നത് ഇയാൾ അടിപൊളി. ഇയാള് പോർട്ട്ഫോളിയോ ഒക്കെ അടിപൊളിയാണ്. ആ ആ ആ ഇയാൾ അടിപൊളിയാണ്. അപ്പോ ഇയാളവിടെ കേട്ടെ. നമ്മളെന്തെങ്കിലും ചർച്ചയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഇടക്കുന്നതിലൊക്കെ ഇടുമ്പോഴേ നമുക്ക് ടാഗ് അതെ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഇയാൾ ചിലപ്പോൾ തോന്നുന്നു കാണാൻ ചെയ്തോളൂ. മലയാളം മലയാളം അറിയാമെന്ന് തോന്നുന്നു. മലയാളിയാണെന്ന് തോന്നുന്നു. മലയാളം അറിയാം. ആള് ഉഷാറാണ് ഏതായാലും. ഉം. ഇപ്പൊ ഇപ്പൊ എത്ര മണിയാവും? 9:39 ആയിക്കോട്ടെ. ഇനിയിപ്പോ ആരും പിന്നെ ഉണ്ടാവില്ലല്ലോ. എന്താ എല്ലാരും പോയി സബ്ജക്ട് തോന്നണം ഇപ്രാവശ്യം. അതെ എന്തായാലും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനേക്കാളും കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ നമ്മള് ചെയ്ത് പഠിക്കണം. നമുക്ക് ആ ഭാഗത്തേക്ക് ഏതായാലും തിരിയേണ്ടി വരും കുറച്ചൊക്കെ ആൾക്കാർക്ക്. അതെ അതെ ഓപ്ഷൻസ് വരുമ്പോ ചെയ്ത് ഏതായാലും റിജോ പഠിക്കണം. ബ്രോനോട് പിന്നെ നമ്മൾ പറയാം. ഏതായാലും വരികയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് കൺവേർട്ട് ചെയ്തിട്ട് അതൊന്ന് നോക്കിയാൽ മതി. നമ്മള് ചെയ്യാൻ അവസരം കിട്ടുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ ഓർഡേഴ്സ് വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു അതെ അതെ ബിസിനസ് അതെ വാട്സപ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്ത് നമ്മളൊന്ന് നോക്കിയിട്ട് അത് അതിന് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരും സഹായിക്കാൻ, മറ്റുള്ള വർക്കുകൾ നമുക്ക് മറ്റുള്ളവർക്ക് എടുക്കുകയും ചെയ്യാം. അതെന്താണ് പ്രശ്നം വെച്ചാൽ റിജോ പറഞ്ഞത് പ്രൈസിങ് അറിയില്ല, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് വല്ല ഐഡിയ, പക്ഷേ അതിന് വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പ്രശ്നം. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരാൾ ചെയ്താൽ ഇപ്പോൾ നമുക്ക് ബാക്കി ഒരാൾ ചെയ്യണം. ഇപ്പോൾ റിയാസ് ബ്രാനായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു വട്ടമെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിനൊന്ന് അതെ റെഡിയാക്കാൻ അതെ നോക്കും. അതെ അതെ ബാക്കി പിന്നെ അതെ യൂട്യൂബിലും അതെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. യൂട്യൂബിലെ കാര്യങ്ങൾ ഉണ്ടാവും ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ചാല് അവർക്കും നമ്മൾ അവരെ അല്ല യൂസർ അല്ലേ നമ്മള്. അപ്പൊ നമ്മളെ സഹായിക്കൽ അവരെ ഇതാണ്. അവരെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് അവരും നോക്കുക. അവര് സാസ് പ്രൊഡക്റ്റില് എപ്പോഴും കസ്റ്റമറിന് സിമ്പിൾ ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സിമ്പിൾ ആയിട്ട് അത് ഉപയോഗിക്കാനും പറ്റണം. എന്നാലല്ലേ ആൾക്കാർ അതെ ഉപയോഗിക്കുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം അത് അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ ഇപ്പൊ ഇവര് പല ടൈപ്പ് ഓഫ് UX UA ഒക്കെ ഇറക്കും. മനസ്സിലായോ? ഇന്റർഫേസ് എല്ലാം നമ്മൾ ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മള് അതാണ് ഒരു ഗ്രോത്ത് ഹാക്കർ, അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ മുന്നോട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു മാർക്കറ്റർ പിന്നെ വേറൊരു കാര്യം കൂടി അതെന്തായാലും ഉണ്ട്.
റിസ്ക് എടുത്ത് അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവന്റെ ജീവിതം പോക്കാന്നാ എനിക്ക് പറയാനുള്ളത്. അത് ചെയ്യണം അത്. അതങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഫീൽഡ് ഹലോ നിങ്ങൾ ആ കോഡിങ്ങിന് ആ മാത്രമല്ല ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും മാറിക്കൊണ്ടിരിക്കും. അപ്പോ അതെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞ ആള് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറഞ്ഞ ടൈം റിസർച്ചിന് എങ്ങനായാലും അത് ചെയ്യൽ നിർബന്ധമാണ്. നമ്മള് പിന്നെ ഒരു മനുഷ്യനായതുകൊണ്ട് എല്ലാതും നമ്മൾ കേൾക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും നോളജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. മീൻസ് വേൾഡിൽ അത്രയും നടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പല രീതിയിൽ പോകുമ്പോഴാണ് ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ ഈ ടൂൾസിന്റെ പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ആ വാട്ടി എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്നുള്ള ബേസിക് അത്ര അറിഞ്ഞാൽ മതി. അപ്പൊ അത് അറിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പറയാൻ പറ്റും അതെ ഇന്നത് അതിന് വേറെ നമുക്ക് അറിയുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോം ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അതെ ബേസിക്കലി ഇന്നത് കേട്ട് പരിചയമാകുമ്പോഴാണ് അതിലുള്ള ഓപ്ഷൻസ് കൊടുക്കുമ്പോഴാണ് അതെ നമുക്ക് മനസ്സിലാവുക ഇന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ഇത്ര കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സോക്ക പറഞ്ഞില്ലേ, സോക്ക നമ്മൾ അതെ എക്സ്പ്ലോർ ചെയ്യും. സോക്ക അതേമാതിരി ആൾക്കാർ വലിയ ടീം വരുമ്പോൾ നമുക്ക് അവര് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും ജോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ സോക്കോ നമ്മൾ ചെയ്യാൻ നമുക്ക് നോക്കാൻ പറ്റുന്ന നമ്മള് ടീമുണ്ട് അല്ലെങ്കിൽ സോക്കോ നമുക്ക് അറിയാം എന്നുള്ള ആ രീതിയിൽ നമുക്ക് എടുത്താൽ പിന്നെ ബാക്കി ചെയ്യാൻ പറ്റുന്ന അവര് സപ്പോർട്ട് ടീം തന്നെ നമുക്ക് എന്ത് ചെയ്യാം. നമുക്ക് നമ്മൾ അതെ നേരിട്ട് പിന്നെ മെയിൻലി സപ്പോർട്ട് ടീമിനായിട്ട് മെസ്സേജ് ചെയ്ത് പഠിക്കണം. അതാണ് മെയിൻ മാർക്കറ്റേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് മെയിനായിട്ട് പഠിക്കണം. എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ബ്ലോക്ക് ആ വരും ചില ആഡൊക്കെ വരുമ്പോൾ അത് ഡയറക്റ്റ് പേടിക്കാതെ തന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്യുക അവരെ കസ്റ്റമറാണ് നമ്മൾ. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ അവര് അതെ അതെ വെറുതെ ഇതാക്കി കഴിഞ്ഞാൽ അതാണ് നമ്മളെ അതാണ് വാല്യൂ ചെയ്യും. ആർക്കും അതെ അതെ അതാണ് ആർക്കും അറിയാത്തൊരു പ്രശ്നം. അതാ നമ്മള് അവരെ വിചാരം എന്താണ് ഒരിക്കലും സപ്പോർട്ട് നമ്മളവരെ അടിമയാണെന്നല്ല. അതാണ് നമ്മളെ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ പേടിച്ചു പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ച് വേറെ അതെ ഓപ്ഷൻസ് ഇഷ്ടംമാതിരി ഓപ്ഷൻസുകളുണ്ട്. നമ്മളിപ്പോ ഇതിൽ തന്നെ എടുക്കണമെന്നോ ഈ ഒരു ആഡ്സ് പോയി എന്ന് വിചാരിച്ചിട്ട് ബേജാറാവേണ്ട ഒരു കാര്യം. കാരണം വെച്ചാൽ അവര് കസ്റ്റമർ നിലനിർത്താനും അവരെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹാപ്പി ആക്കാനും നോക്കുന്ന ടീമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അതെ അവരെ അസിസ്റ്റ് ചെയ്യുമ്പോൾ അവര് നമ്മളോട് പറയണം പോണേക്ക് പോയിക്കോളി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ മാനേജറിന് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പണി വെച്ചാൽ ഒരു കസ്റ്റമർ സപ്പോർട്ട് നിൽക്കുന്ന ആള് ഒരിക്കലും എത്ര തെറി പറഞ്ഞാലും അവരെന്ത് ചെയ്യും, സോറി സർ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കും. എന്താ വെച്ചാൽ അവർ ഇത്രേ പറയുള്ളൂ, ഇതാണ് ഞങ്ങളില്ലോ ഈ ഇതിലൂടെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി ട്രൈ ചെയ്യൂ സർ, അല്ലെങ്കിൽ വേറെ ലിങ്ക് തരും. അത് മെയിൻലി ഇപ്പോഴത്തെ കസ്റ്റമർ സപ്പോർട്ടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ള് AI ആണ്. ഗൂഗിളിന്റെ ഒക്കെ ദേഷ്യം പിടിക്കും. അതെ മീൻസ് ഒരാളെ കിട്ടൂല. ആളെ കിട്ടിയാൽ നമുക്ക് സുഖമാണ്. ആള് തരൂല. ആളുകളെ തരണം എന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ആണ്. ആളുകളെ കുറച്ചിട്ട് ഫുള്ള് AI ആണ്. അപ്പൊ AI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് AI തരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ചില കാര്യങ്ങൾ ഒരു വ്യക്തത ഉണ്ടാവില്ല. എന്ത് ചെയ്യും ഓരോ ലിങ്ക് തരുന്നല്ലാതെ നമുക്കൊരു ഇത് കിട്ടൂല. മെയിൻ പ്രശ്നം എന്താ പറയുക, ഇപ്പോഴത്തെ കസ്റ്റമർ സപ്പോർട്ടിന്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആളുകളെ കസ്റ്റമർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് അവര് അല്ല ഇനിഷ്യൽ ഒന്നാമത്തെ കാര്യം കസ്റ്റമേഴ്സ് ഒരു കാര്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവര് ചോദിക്കുന്നുണ്ട്. വിളിച്ച് അതുകൊണ്ടാണ് ഇവരെല്ലാം മാറ്റിയത്. ചിലവര് അങ്ങനെ ചോദിക്കാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ ഒരു ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സംഭവം വെച്ചത്. ചാറ്റ് ബോട്ട് AI സപ്പോർട്ടും ചാറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ വെച്ചതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവം അതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടും. പിന്നെ അതിലും കൂടുതലായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതിലൊരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവര് കൊടുക്കും. മിക്ക പ്ലാറ്റ്ഫോംസിലും അങ്ങനെ ഉള്ളതാണ്. പക്ഷേ കറക്റ്റ് ഒരു പേഴ്സണെ കിട്ടുന്നതാണ് ഏറ്റവും അല്ല ഉചിതവും. മെയിൻലി ഇപ്പൊ ജയിന്റുകളെ നമുക്ക് കാര്യമാണ് പറഞ്ഞത്. ഈ ജയിന്റുകളായിട്ടുള്ള ഗൂഗിള് ഫേസ്ബുക്ക് ഇതിലൊക്കെ കസ്റ്റമർ സപ്പോർട്ടിന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ട് ആളെ കിട്ടാതെ. എക്സാമ്പിൾ ഞാനൊക്കെ ഫേസ് ചെയ്ത് ഞാനന്ന് പിന്നെ 2019-20 ടൈമിലൊക്കെ ഞാൻ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനൊക്കെ കുറെ റിജക്ഷൻസ് വരും. ഇവരാണെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ട് പറയില്ല എന്താണ് ഇഷ്യൂ എന്ന്, അതുപോലെ തന്നെ മനസ്സിലായി. ഒന്നും പറഞ്ഞു തരൂല. പിന്നെ അതുപോലെ തന്നെ ഇതാക്കല ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനായിട്ട് പിന്നെ മെയിൽ അയക്കണം എന്താണ് ഇഷ്യൂ എന്താണ് ഉള്ളത്. അപ്പോൾ മനസ്സിലായി. പിന്നെ നമ്മൾ നേരെ നോക്കുമ്പോൾ നേരെ എന്ത് ചെയ്യും, നേരെ നമ്മളിപ്പോ സപ്പോർട്ടിന് നേരിട്ട് നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ബോട്ട് ബോട്ട് എന്ത് ചെയ്യും, നേരെ മെയിൽ റിപ്ലൈ ചെയ്യും. നമ്മളെ മെയിലിന് ബോട്ട് റിപ്ലൈ ചെയ്യുക, ആളെ പേരുണ്ടാവില്ല. അപ്പൊ നമ്മള് പറയും എനിക്ക് ഇത് ഞാൻ തൃപ്തനല്ല, എനിക്കൊരാളെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മള് അതിലിതാക്കും. അപ്പൊ ഓരെന്ത് ചെയ്യും, ടൈം വെച്ചിട്ട് പിന്നെ ഒരാളെ കണക്ട് ചെയ്ത് തരുള്ളൂ. മനസ്സിലായ. അപ്പൊ അതില് ചിലതെന്താ വെച്ചാല് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ ഈ ആഡ്സിലൊക്കെ പ്രശ്നങ്ങൾ എന്താ വെച്ചാല് ചില കാര്യങ്ങൾ പോയിന്റുകൾ ഇവർ പറയില്ല, പോളിസി വൈലേഷൻ എന്നേ പറയുള്ളൂ. ഇവർക്ക് ഓൾറെഡി ഈ പോളിസി വൈലേഷൻ മനസ്സിലായി. ഏതിലാണ് എന്തുകൊണ്ടാണ് ഈ ലൈനിലാണെന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് തന്നെ നിർത്താം. ഇവരെന്താ പറയുള്ളൂ
അതെ ഇതൊരു പോളിസി വയലേഷൻ ഉണ്ട്, ആ നമ്പർ ഇട്ട് തരും. ഇതെന്തിനാണ് ഈ പോളിസി വയലേഷൻ? ഞാൻ അവിടെ പോയി നമ്മൾ പോളിസി വയലേഷൻ പഠിച്ചത്. എന്നിട്ട് ഈ അത് പോളിസി നോക്കാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളും പോളിസി വായിച്ചിട്ട് ഒരിക്കലും ഒരാൾ ചെയ്യൂല. അതെ 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 അത്രമാത്രം അതെ പോളിസിയാണ് ഉണ്ടാവുക. നമ്മുടെ ടൈം നമ്മുടെ ടൈമാണല്ലോ പോകുന്നത്. അപ്പം അതനുസരിച്ച് അവര് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അത് തരേണ്ടതാണ്. ഇപ്പൊ ബോട്ടായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങള് ഇടുന്നത്. ഇപ്പൊ പോളിസി വേരിയേഷൻ ബൾക്കായിട്ട് ഒരു സംഭവം ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും അവര് പോളിസി വേരിയേഷൻ എന്ന് പറഞ്ഞ ഇന്ന കാറ്റഗറി ഐഡന്റിഫൈ ചെയ്യുന്നതന്നെ ബോട്ടാണ്, അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതെ 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 ഐഡന്റിഫൈ നമ്മൾ ചെയ്യുന്നത് ബോട്ടാണ്. ജെന്യൂൻ ആയിട്ടുള്ളൊരു കണ്ടന്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അതും വയലേറ്റ് ആണെന്നുകൊണ്ട് ഇട്ട് തരും നമുക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ യൂട്യൂബില് പിന്നെ ഹലോ പിന്നെ ഗൂഗിളില് ചെറിയൊരു കാര്യം എന്താന്ന് വെച്ചില്ലേ, ഈ പിന്നെ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് എടുക്കുമല്ലോ ഡയറക്റ്റ്, അവർക്ക് ഒരു മണ്ണാങ്കട്ട അറിയത്തില്ലെന്നുള്ള വേറൊരു പ്രശ്നം. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നുവെച്ചാൽ ഒന്നാം ഗോഡാഡിയില് നമ്മള് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയപ്പോ ഇവർക്ക് അറിയില്ല. പക്ഷെ അവര് നല്ല രീതിയിൽ ഡീൽ ചെയ്യും. പക്ഷെ നമുക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കും ചില ടൈമിൽ. അപ്പൊ അറിയില്ലെങ്കിൽ അറിയില്ല അറിയിക്കാണ്ട് വേറെ ആളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ടൈമൊക്കെ തരും കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പൊ എന്നിട്ട് അവര് ഞാൻ ഇ കൊമേഴ്സ് സൈറ്റില് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയസിലൊക്കെ നമുക്ക് സപ്പോർട്ടൊക്കെ ഭയങ്കര മോശമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് നിന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു, എന്നിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അതാണ് അവർക്കൊരു എന്ന് വെച്ചില്ലേ, ഇത് ആരുടെയും പ്രശ്നമൊന്നുമല്ല. അവരെന്ന് പറയുന്നത് പല കമ്പനീസിന്റെയും കസ്റ്റമർ സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു കമ്പനി ആയിരിക്കും. മനസ്സിലായോ? അതെന്താ വെച്ചാല് മീൻസ് കസ്റ്റമർ സപ്പോർട്ട് സത്യം അത് കസ്റ്റമർ സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പൊ മെറ്റന്റെ ആയിക്കോട്ടെ, ലിങ്ക്ഡിന്റെ ആയിക്കോട്ടെ, വാട്സപ്പ്, പിന്നെ ഗൂഗിളിന്റെ ആയിക്കോട്ടെ, ഇതൊക്കെ ആക്സെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ടീമുകളുണ്ട്. ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സുകളൊക്കെ അറിയാം. ആമസോൺ ആയിക്കോട്ടെ, ആമസോണിൻ്റെത് പിന്നെ മറ്റുള്ള ഈ തേർഡ് പാർട്ടീസിനാണ് ഏറ്റവും വലിയ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വിട്ടുപോയി. അത്യാവശ്യം വലിയൊരു കമ്പനിയാണത്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സംഭവമാണ്. കസ്റ്റമർ സപ്പോർട്ടിനുള്ള ആൾക്കാരെ കൊടുക്കുക എന്നുള്ളത്. പിന്നെ കുറെ ടീമുകളുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരൻ, അവൻ ഈ ചാറ്റിംഗ് ആ ചെയ്യുന്നത് കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടിട്ട്. ഇരുന്ന് ചാറ്റ് ചെയ്യുക. അതും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് അവര് അയക്കുന്നത്. ആക്ച്വലി എന്റെ കൺസെപ്റ്റ് അത് യൂസ്ലെസ് ആയിട്ടുള്ള ജോബാണ്. അവർക്കൊരു ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നില്ല. അവര് അത്രയും ടൈം കളഞ്ഞാലേ അവർക്ക് ഒരു 10-20 രൂപ കിട്ടുന്നുണ്ട്. അതില് ജോബില് പക്ഷെ വേറൊരു കാര്യം, കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ പേഷ്യൻസും നമുക്ക് ഇതാക്കാൻ പറ്റും. അതില് പഠിക്കാൻ പറ്റും. ഒരു കസ്റ്റമറിനെ ചിലപ്പം റിയൽ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർ കുറേ രീതിയിൽ അപ്പൊ അതിൽ നിന്ന് വന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ, അവർക്ക് കസ്റ്റമറിന്റെ ഇമോഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ വന്നിട്ട് കസ്റ്റമർ സെയിൽസിലും സർവീസിലും വർക്ക് ചെയ്ത ആൾക്ക്, സെയിൽസിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ സിമ്പിളാണ്. ഓരൊക്കെ എപ്പോഴും കസ്റ്റമറിനെ ഡയറക്റ്റ് ആയിട്ട് ഉള്ള ഗ്രീവൻസസ് അറിയുന്നുണ്ട്. ഒരു മുതലാളി എന്തറിയണേ ശരിക്കും പോലെ ഗ്രീവൻസ് അറിയണില്ല. പക്ഷെ ഈ സപ്പോർട്ടിൽ നിൽക്കുന്ന ആൾക്ക് അതിന്റെ ഡീമെറിറ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. വെച്ചാൽ എന്നും ഓരോ കോളുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് പല സോൾവ്, അപ്പൊ ഇവനിക്ക് കുറെ ഐഡിയകൾ കിട്ടും. എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് ബിസിനസ്സിൽ മീൻസ് അവനക്ക് എന്താ വെച്ചാൽ അപ്പൊ ഇവനിക്ക് വാല്യൂ ചെയ്യാനും അതുപോലെ തന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത്, എവിടെയാണ് ഇതിൽ അങ്ങനെ വന്ന കുറെ ആൾക്കാരുണ്ട് ബിസിനസ്സിൽ സക്സസ് ചെയ്ത. പക്ഷെ അത് വളരെ കുറഞ്ഞ ആൾക്കാരെ സക്സസ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് അതിന് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ തന്നെ പറ്റും. കാരണം വെച്ചാൽ എല്ലായിടത്തും സെയിൽസ്മാനും അതിന് കസ്റ്റമറും ഉണ്ട്. മീൻസ് ഏത് വലിയ കമ്പനി ആയിക്കോട്ടെ, അവർ കസ്റ്റമറിനെ ഹാപ്പി ആക്കണമെന്നും നല്ല രീതിയിൽ മാനേജേഴ്സും ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളുണ്ട്. അപ്പോ ഇവർക്ക് ഇമോഷൻ പഠിക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രീലാൻസർ പിന്നെ എന്ത് ചെയ്യുന്ന A to Z കാര്യങ്ങളാണല്ലോ അവര് ഹാൻഡിൽ ചെയ്യുക.
അവർക്ക് ഇവർക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് പല പരിപാടികളും ഫ്രീലാൻസിങ് എന്ന് പറയുന്ന സെഗ്മെന്റില് പണ്ട് കുറച്ച് പാടായിരുന്നു ഈ ഫ്രീലാൻസിങ് എന്ന് പറയുന്ന സെഗ്മെന്റ്. ഇപ്പൊ ഓക്കെ, നല്ല സുഖാണ്. ഇപ്പം വളരെ ഈസിയാണ്. നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്ക് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ഒരു ടീമിനെ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പേഴ്സണൽ ബ്രോ അസിസ്റ്റന്റ് കോപ്പൈലറ്റ് എങ്ങനെയാണ്? പ്രോ ആണോ? കോപ്പൈലറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നത്? ഫ്രീ ആണോ? അല്ല, കോപ്പൈലറ്റ് ഫ്രീ ആണ്. അതില് പ്രോ വെർഷൻ ഉണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. അത് കാണിച്ചിട്ട് പോലും ഇല്ല പ്രോ വെർഷൻ എന്നുള്ള ഒരു ഏരിയ. പക്ഷെ നമുക്ക് ഡാറ്റാസ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ അടിച്ചു കൊടുക്കുന്നതിനാണേലും കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഇത് കാണുമല്ലോ, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. കോപ്പൈലറ്റ് പിന്നെ അത് ഇതിന് മൈക്രോസോഫ്റ്റിന്റെ ആണല്ലോ കോപ്പൈലറ്റ്. പിന്നെ ഇതിനാണല്ലോ ഇപ്പൊ പണി കിട്ടി കിടക്കുന്നത് ഗൂഗിളിന്റെ. ഗൂഗിളിന്റെ ഏതായിരുന്നു? ജെമിനി അല്ലേ? ബാഡ് കണ്ട് അതുപോലെ തന്നെ ജെമിനി ആണല്ലോ കോപ്പൈലറ്റ്. ഇപ്പൊ ജെമിനിയാണ് വേറെ ജെമിനിയായി മാറ്റി. പക്ഷെ ജെമിനി ഒരു ഉള്ളിക്കൂടി പോലെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ എത്തിക്കുന്നുണ്ട്. അതിലൂടെയുള്ള കണ്ടന്റിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, SEO ഇതാക്കുക, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ തുടങ്ങുന്നുണ്ട് ജെമിനി. കുറെ രീതിയിൽ നോക്കുന്നുണ്ട്. മീൻസ് ChatGPT മൈക്രോസോഫ്റ്റ് ChatGPT കണക്ഷൻ ഉണ്ടല്ലോ. മൈക്രോസോഫ്റ്റ് അപ്പൊ ഇവര് മൈക്രോസോഫ്റ്റ് ഇതില് ഓപ്പൺ എഐന്റെ അത്യാവശ്യം ഷെയർ മൈക്രോസോഫ്റ്റിനുണ്ട്. ഓപ്പൺ എയുടെ ഷെയർ മൈക്രോസോഫ്റ്റിന് ഉണ്ടാവും. ഓക്കെ, ഈ മൈക്രോസോഫ്റ്റിന്റെ ആണല്ലോ ഈ ഒരു പിന്നെ കോപ്പൈലറ്റ്. പിന്നെ മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഇതില് ആദ്യം എപ്പോഴും യൂസേഴ്സ് കൂടുതലുള്ളത് ആർക്കാണ്? ChatGPT 4ഉം ChatGPT എല്ലാത്തിലും. പിന്നെ അതുപോലെ ChatGPT കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് പ്രോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല ആപ്ലിക്കേഷനായിട്ട് എക്സ്റ്റൻഷൻസ് ആയിട്ട് വേറെ കുറെ ChatGPT ആയിട്ട് വരുന്നുണ്ട്. ആപ്സ് ഉണ്ട്, ChatGPT ആപ്സ് തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വാസ്റ്റ് ഏരിയയാണ് അവര് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇമെയിൽ ആയിക്കോട്ടെ, മറ്റുള്ളതായിക്കോട്ടെ, അപ്പൊ അതില് വരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ. ChatGPTന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അതാണ് LLM അടിപൊളിയായിട്ട് വന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ക്ലൗഡ് ഉപയോഗിച്ചിട്ടുണ്ടോ? ക്ലൗഡ് ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് പെട്ടെന്ന് കയറിയ സാധനമാണ്. ഇപ്പൊ LLMകള് പല രീതിയിൽ LLMകള് ഇപ്പൊ അങ്ങനെ തന്നെ. ഇപ്പൊ നമുക്ക് SEO എന്ന് പറഞ്ഞ മാതിരി തന്നെ GEO പറഞ്ഞ വരുന്നുണ്ട് ഇപ്പൊ. അത് കേട്ടിട്ടുണ്ടോ? CEO അതിന്റെ ഫുൾ ഫോം ജനറേറ്റീവ് അതാണല്ലോ നമ്മളന്ന് സംസാരിച്ചത്. അതാണല്ലോ നമ്മൾ സംസാരിച്ചത്. പിന്നെ നമ്മുടെ ജനറേറ്റീവ് പിന്നെ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ബ്രോ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പ്രോഗ്രാമാറ്റിക് SEO എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? അതാണ്. അല്ല, അതല്ലാതെ ഞാൻ പറഞ്ഞ ഈ പെർപ്ലക്സിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. പെർപ്ലക്സിറ്റി AI പ്ലാറ്റ്ഫോം ആണോ? AI എന്ത് യൂസ് ചെയ്യുന്നത്? അതെന്താ വേറൊരു രീതി വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു കൺസെപ്റ്റ് ആണ്. നമുക്ക് മറ്റുള്ള ChatGPTയിലും ഇതിലൊക്കെ ലിങ്കുകൾ ഉണ്ട്, റെഫറൻസ് ലിങ്കുകൾ ഉണ്ട്. പക്ഷെ അത്ര രീതിയിൽ വരില്ല. പക്ഷെ ഇത് ഒരു സെർച്ച് എഞ്ചിന്റെ മാതിരി തന്നെ ഇത് പ്രവർത്തിക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഓവർവ്യൂയും ഇത് വിട്ടു തരും. പെർപ്ലക്സിറ്റി ഇതേമാതിരി ഒരു ഉണ്ടാക്കിയ സാധനമാണ്. റിസർച്ചിന് ഏറ്റവും ബെറ്റർ സാധനം റിസർച്ചിന് ഏറ്റവും ബെറ്റർ പെർപ്ലക്സിറ്റിയാണ്. ഓക്കെ, റിസർച്ചിന് വേണ്ടിട്ട്. ഇപ്പൊ റിസർച്ചിന് വേണ്ടിട്ടുള്ള സംഭവമാണല്ലോ ഈ നമ്മുടെ ഗൂഗിളിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, റിസർച്ചിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു